മരിച്ച ധാരാളം ആൾക്കാരുണ്ട്, ഉന്നതന്മാർ. അവരാരും ഉയർത്തില്ല. ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ, അത് നസറായനാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് വിശേഷതയുണ്ട്. അതെ, അപ്പോൾ സുവിശേഷത്തിൻ്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഒരു വിഭാഗത്തെയോ ഒരു മതത്തെയോ സംഘടനയോ സഭയോ ഒരു ഏരിയയിലുള്ളവരെ മാത്രമല്ല, മുഴു ലോകത്തെയും രക്ഷിക്കുന്നവനായ യേശു ക്രിസ്തു. ഏത് ജാതിയോ മതമോ കുലമോ നിലപാടോ ഒക്കെ ആയിക്കോട്ടെ, സകല മനുഷ്യനെയും യേശു രക്ഷിക്കും. അപ്പൊ സുവിശേഷം രക്ഷിക്കും. വിശേഷത രണ്ട്, വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അതാ നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത്. വായിച്ചോ? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 ഒന്നുകൂടെ വായിച്ചു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. അപ്പോൾ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഒന്ന്, സുവിശേഷം രക്ഷിക്കുന്ന മാർഗം. രണ്ട്, സുവിശേഷം സമാധാനം തരും. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് യേശു ക്രിസ്തുവിന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിത്യമായ സമാധാനമാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം പ്രശ്നമില്ലാത്തവരല്ല, ധാരാളം പ്രശ്നമുള്ളവരായി ഇവിടെ വന്നിരിക്കുന്നത്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. എന്നാലും ഇങ്ങനെ ഇരിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ സമാധാനമുള്ളതുകൊണ്ടാണ്. സമാധാനമുണ്ട്. വെട്ടം നിർത്തിയതാണോ പോയതാണോ? വന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പല പ്രശ്നങ്ങളുള്ളവരാ. മനുഷ്യനല്ലേ, പ്രശ്നമില്ലാത്ത ആരാ? എല്ലായിടത്തും ഉണ്ട്. ഇവിടെ വന്നിട്ടുള്ളതിൽ നിങ്ങളെ സത്യമേ പറയാവൂ, സത്യമേ പ്രവർത്തിക്കാം. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയും. പട്ടിക്കാട്ടുകാർ സത്യം പറയുന്നവരാ. വിശേഷിച്ച് ആൽപ്പാറ, ബീച്ച്, കണ്ണാറ, ചാലാമ്പാടം, മണ്ണൂത്തി എല്ലാവരും സത്യം പറയുന്നവരാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ വന്നതിൽ ധാരാളം ആൾക്കാര് കടഭാരമുള്ളവരുണ്ട്, ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് കൈ പൊക്കിക്കുക. തരാനല്ല, അറിയാനാ. ഒന്ന് പോക്ക് നമുക്കും ഉണ്ട് കടവല്ലയോ? ഇതിപ്പോ ഒന്നും കണ്ടാൽ അറിയത്തില്ല. ഉണ്ടോ? എന്തും വേണ്ട കടമുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇല്ല പറയുകയും വേണ്ട, ഞാൻ ചോദിക്കത്തുമില്ല. എന്നാലും ആ ഇരിപ്പ് കണ്ടാൽ കടമുണ്ടെന്ന് പറയുമോ? ഇല്ല. എന്നാ? സമാധാനമുള്ളത് കൊണ്ട്. കാശ് കണ്ടമാനമുള്ളത് കൊണ്ട് സമാധാനം വേണമെന്നില്ല. വലിയ വീട് പണിതത് കൊണ്ട് സമാധാനം വേണമെന്നില്ല. വലിയ ബിസിനസ് നടത്തുന്നത് കൊണ്ട് സമാധാനം വേണമെന്നില്ല. അല്ല, അങ്ങനെയുള്ളവരെ അല്ലേ കണ്ടേ വെടിവെച്ചു ചത്തല്ലോ? ഇല്ലയോ? കാശില്ലാഞ്ഞിട്ടാണോ? വയനാട്ടിലാണോ ഒരു കൊട്ടാര സദൃശ്യമായ ഒരു വീട് പണിത, പേര് മറന്നുപോയി, യോജിച്ചനെ. വീടില്ലാഞ്ഞിട്ടാണോ? വീടില്ലാഞ്ഞിട്ടാണോ? ഭയങ്കര വീടാ. സ്തോത്രം. അപ്പം വീട് കിട്ടിയത് കൊണ്ട് സമാധാനം വേണമെന്നില്ല. ഒരിക്കലെ ഒരു ബൈത്തോമിലെ ഞാൻ രാവിലെ ചെന്നു, ഒരത്യാവശ്യ കാര്യത്തിന് ചെന്നത് ആ പാസ്റ്ററെ കാണാൻ. അപ്പോൾ ആ സഭയിലെ ഒരപ്പച്ചൻ അവിടെ ഉണ്ട്. രാവിലെ ഞാൻ ചോദിച്ചു, അച്ഛന് രാവിലെ? ഇല്ല, ഞാൻ ഇന്നലെ വന്നതാ. ഞാൻ ചോദിച്ചു, ഇന്നലെ എന്നാ കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു? ഓ, കാത്തിരിപ്പൊന്നുമില്ല. പിന്നെ എന്നാ? എൻ്റെ പാസ്റ്ററെ വീട്ടിൽ കിടന്നാൽ ഉറക്കവും വരികയില്ല, അഥവാ ഉറങ്ങിയാൽ ഞെട്ടുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് പെയ്ത്തോമില്ല. അദ്ദേഹത്തിൻ്റെ വീട് അന്നത്തെ കാലത്ത് 2 നില വീടാ. വർഷങ്ങൾക്ക് മുമ്പാ രാജസ്ഥാൻ മാർബിൾ ഇറക്കിയ അന്നത്തെ വീട് പണിതത്. 5-6 മുറി അന്നത്തെ കാലത്തുള്ള വലിയ വീടാ.
പിള്ളേരുമൊക്കെ പല രാജ്യത്താ, പേരും വീട്ടുപേരും ഒന്നും പറയുന്നില്ല, കാരണം ബന്ധുക്കാർ ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. പ്രസംഗം തീരുന്നതിന് മുന്നേ നിങ്ങൾ മെസ്സേജ് വിടും. എനിക്ക് ഒരുത്തരെയും വിശ്വാസവും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താ. അപ്പം പുള്ളി പറഞ്ഞു പെയ്ത്തോമില്ല, കുറച്ച് ദിവസമായിട്ട് വീട് വലിയ വീടാ. പെയ്ത്തോമോ ഒരു 60 അടി നീളത്തിനൊരു ഹോളും ഒരു ചായ്പ്, 2 മുറിയേ ഉള്ളു. പാസ്റ്ററും 3 പിള്ളേരും. ഈ വല്യപ്പൻ വന്നുകൊണ്ട് പുള്ളിക്ക് ഒരു മുറി കൊടുത്തു. വീടില്ലാഞ്ഞിട്ടാണോ? കിടന്നാൽ ഉറക്കവും വരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നെന്ന്. പെയ്ത്തോമാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ വലിയ വീട് വെച്ചത് കൊണ്ട് സമാധാനം വേണമെന്നില്ല. വലിയ ബിസിനസ്സുകാരനാ, സമാധാനം വേണമെന്നില്ല. കാശ് കണ്ടവാനുമുണ്ട്, സമാധാനം വേണമെന്നില്ല. ഇതൊന്നുമില്ലാത്ത എത്രയോ പേര് സമാധാനത്തോടെ ഇരിക്കുന്നു, ഇല്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു കുടുംബമുണ്ട്. അയ്യോ, സാധുക്കളാ, ദൈവത്തിന് മഹത്വം. ഒരു ചെറിയ വീട്, അപ്പനും അമ്മയും പെൺപിള്ളേരും ഒക്കെ, മോനും ഒക്കെ ഉണ്ട്. ആ സഹോദരിമാരും അപ്പച്ചനുമൊക്കെ പാടത്ത് പോയി കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നത്. ചെറിയൊരു വീട്, പക്ഷെ അവരുടെ വിശേഷത സന്ധ്യയാകുമ്പോൾ രാവിലെ പാടത്തൊക്കെ പോയി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് പൈപ്പോ കിണറോ അങ്ങനെയുള്ള സജ്ജീകരണമൊന്നുമില്ല. തുണിയൊക്കെ കഴുകുന്ന ആറ്റി കൊണ്ടുപോയാൽ അത് എടുത്തുകൊണ്ട് തുണിയൊക്കെ ആറ്റി കൊണ്ടുപോയി അടിച്ച് നനച്ച് കുളിച്ച് ആറ്റിൽ നിന്ന് വെള്ളവും കോരി തലയെ ചുമ്മി വന്നു കഴിഞ്ഞ് ആ കഞ്ഞി വെക്കുന്നത്. ആ കഞ്ഞി കൂടി എല്ലാം കഴിയുമ്പോൾ 9 മണി, കഞ്ഞിയൊക്കെ കാലമാകുമ്പോൾ 9 ഒക്കെ ആകും. ഒരു 9 മണി കഴിഞ്ഞാൽ ഇവർ വട്ടമിരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കുന്നത്. നല്ല വീടല്ല, കറണ്ടില്ല, സാമ്പത്തികമൊന്നുമില്ല, വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അവർ 3-4 പേരേ ഉള്ളൂ, വലിയ കാത്തിരിപ്പ് യോഗം നടക്കുന്നത് പോലെ. അതെ, ആ സഹോദരിമാർ നന്നായിട്ട് പാട്ട് പാടും, ഹൈ പിച്ചിലാണ് പാടുന്നത്, നമ്മളാരും ഒപ്പം പിടിക്കുകയല്ല. ആ ആരാധനയും പ്രാർത്ഥനയും 9 മണിക്ക് തുടങ്ങിയാൽ മിക്കപ്പം 11:30-12 ഒക്കെ ആകും. നന്നായിട്ട് പാട്ട് പാടും. അയലത്തുള്ളവരാരും ഉറങ്ങുകയല്ല ഇവരുടെ പാട്ട് കേൾക്കാൻ. നന്നായിട്ട് പാടും. തമ്പേറ് മേടിക്കാൻ കാശൊന്നുമില്ല, ചിലപ്പോൾ ഈ അലൂമിനിയം കുടമൊക്കെ എടുത്ത് വെച്ചാൽ ചെറുക്കൻ അടിക്കുന്നത്. നല്ല മുഴക്കവും നല്ല താളവുമാണ്. ഇതൊന്നുമില്ല. പക്ഷേ എന്നാ സന്തോഷമാണെന്നറിയോ? ഇതെല്ലാം ഉണ്ടായിട്ട് വേണ്ടിയിരിക്കുന്നു. ഒരു സന്തോഷവും ഇല്ലാത്തവരുണ്ട് ഇതിനകത്ത്. ആ മോന്ത കണ്ടില്ലേ? വൈകുന്നേരം കടന്നൽ കുത്തിയതുപോലെ ചിലര്. അപ്പൊ കാശല്ല സന്തോഷം തരുന്നത്, വീടല്ല സന്തോഷം തരുന്നത്, ബിസിനസ് അല്ല സന്തോഷം തരുന്നത്. ചില നല്ല പൊസിഷൻ കിട്ടിയ സന്തോഷമാണ്, സന്തോഷമല്ല തീ തിന്നുകയായിരുന്നു. അതെ, പിന്നെ നമുക്ക് സമാധാനം തരുന്നത് ഒരു മാർഗമേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ക്രിസ്തു നമ്മുടെ സമാധാനം. ഇത് മാർക്കറ്റിൽ കിട്ടുന്നതല്ല, യേശുവിൽ കൂടി ലഭിക്കുന്നതാണ്. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി സമാധാനമില്ലാതെ മനഃശാന്തിയില്ലാതെ ആരേലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന്റെ വിശേഷത നിനക്ക് സമാധാനം തരുന്ന മാർഗമാ. നിന്റെ നിരാശ മാറ്റി, പരാജയം മാറ്റി, തകർച്ച മാറ്റി, ആകുലചിന്ത മാറ്റി നിന്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് പൂരിതമാക്കുന്ന മാർഗമാണ് ആമേൻ സുവിശേഷം. ഗോശാലകളിൽ ചിലപ്പോൾ കന്നുകാലി കണ്ടെന്ന് വരിക, അത്തിവൃക്ഷം തളിർത്തുന്നു, മുന്തിരികൾ ഫലം കായ്ക്കത്തില്ല, പക്ഷേ യഹോവയിൽ ആനന്ദിക്കും. സന്തോഷമാ. എന്താ സന്തോഷത്തിന്റെ വിശേഷത? സങ്കീർത്തനക്കാരൻ പാടി, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്നു. ഈ സന്തോഷം, ഈ സമാധാനം എങ്ങനെ കിട്ടി? സുവിശേഷം അംഗീകരിച്ചത് കൊണ്ട്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ മൈക്ക് ഇവരുടെ കയ്യിലോട്ട് കൊടുത്താൽ പലരും ഇങ്ങോട്ട് വന്ന് പറയും, അയ്യോ ഒരു സമാധാനവും ഇല്ലായിരുന്നു ഒരു കാലത്ത്, എന്നാൽ യേശുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, ഈ മാർഗത്തിൽ വന്നു, ദൈവ പൈതലായി, ഇപ്പോൾ സമാധാനം നദി പോലൊഴുകുവെന്ന.
അങ്ങനെ ഒരു പാട്ടില്ലയോ ജോസെ, നദി പോലൊഴുകും? അറിയാമോ ആ പാട്ട്? അതാ അറിയാമോ? ഉള്ളറിയാൻ മേലേലും ഒരു വരി അറിയാമോ? ആട്ടെ, എന്നാ ഞാനും പാടുന്നില്ല. അപ്പൊ ഇത് സമാധാനത്തിന്റെ മാർഗമാ സുവിശേഷം. ഒന്നുകൂടെ ആവർത്തിക്കുക, ഇത് കിട്ടാൻ കാശ് മുടക്കൊന്നുമില്ല. അവിടെ ഹൈപ്പർ മാർക്കറ്റ് അവിടെ കിട്ടുന്നതല്ല. ഞാൻ രാവിലെ അവിടെ ഒന്ന് കയറി നോക്കി, സമാധാനം എവിടെങ്ങാനും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കി. ഞാൻ നോക്കി, സമാധാനം ഈ സുവിശേഷത്തിലുണ്ട്. ഇന്ന് രാത്രി ഒരു പൈസ പോലും മുടക്കണ്ട, ഒരു കുഞ്ഞു മെഴുകുതിരി പോലും കൊണ്ട് കത്തിക്കണ്ട, നിനക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. ദൈവത്തിന് മഹത്വം. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത: ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗം. രണ്ട്, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. മൂന്ന്, സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത, സുവിശേഷം ഇത് മാനുഷികമല്ല. വായിച്ചോ, ഗലാത്യ ലേഖനം 1:11. എല്ലാത്തിനും വാക്യമുണ്ട്, അതാണല്ലോ അടിസ്ഥാനം. വായിച്ചോ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങൾ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, പൗലോസ്ലീഹ പറയുക, അല്ലയോ സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യര്, ഇത് മാനുഷികമല്ല. ഏത് സുവിശേഷം? അതിനാ, ഇത് മനുഷ്യനാരും കണ്ടുപിടിച്ചതല്ല, ഇത് മനുഷ്യന്റെ മാർഗവുമല്ല, ഇത് സർവജ്ഞനായ ദൈവത്തിന്റെ നിയമമാണ്. ഇത് ദൈവമാ അറിയിച്ചത്. യേശു സുവിശേഷം അറിയിച്ചില്ലയോ? അതെ, യേശു സുവിശേഷം അറിയിച്ചു. അങ്ങനെ ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ലയോ ജിജോ? വായിച്ച 1:12. അനന്തരം ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അതിന് മുകളിൽ വാക്യമുണ്ട്, യേശു സുവിശേഷം അറിയിച്ചെന്ന. യോഹന്നെ 14. യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ഇത് മാനുഷികമല്ല, ദൈവം തമ്പുരാൻ ഇത് അറിയിച്ചിരിക്കുക. യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ അവിടുത്തെ ചെരുപ്പിന്റെ വാറ് അടിക്കാൻ പോലും യോഗ്യനല്ലെന്നാ പറഞ്ഞേ. ആ യോഹന്നാനും സുവിശേഷം അറിയിച്ചു. വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 3:18 വാക്യം. ലൂക്കോസ് 3:18. ഓരോ താളും മറിക്കാതെ ഉദ്ദേശത്തിൽ അങ്ങോട്ട് മറിക്കേ. ഫാനല്ലയോ? മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. കസേരയായിട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇവിടോട്ടിരിക്ക. സമയം പോകുന്നു, ഇങ്ങോട്ടിരിക്കേ. ഇനിയും താളും അറിയത്തില്ല, ഇനിയും താളും അറിയുന്നെന്ന് പറഞ്ഞ വായിര്. വായിച്ചേ 3:18. യോടി വായിക്കേ. ഏത് വിഷയത്തിനാ പരിഹാരമില്ലാത്ത? മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. ആര്? യോഹന്നാൻ സ്നാപകൻ. പിന്നെ പുള്ളിയുടെ മെത്തേഡൊക്കെ പ്രത്യേക രീതിയാ. തീർത്ത് കാര്യം പറയും പുള്ളി. ഈ അഴകൊഴ പരിപാടിയൊന്നുമല്ല. ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം, എന്തോ ആരെ നോക്കിയിരിക്കുക അങ്ങോട്ട്. ആൾക്കാർ വരുന്നുണ്ടോ എന്നായിരിക്കും. എല്ലാവരും വന്ന് ഇനിയും വരും. പുള്ളിക്ക് അങ്ങ് ടെൻഷനാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ തീർത്ത ആ കാര്യം പറയുന്ന യോഹന്നാൻ സ്നാപകനെ മുഖസ്തുതി ചക്കരവാക്കും ഒന്നുമില്ല. തൻ്റെ അടുക്ക വന്നവരോടെല്ലാം തീർത്ത് കാര്യം പറഞ്ഞു. വന്നതാരാ? അയ്യോ, ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ വന്നപ്പം തീർത്ത കാര്യം പറഞ്ഞു. നിങ്ങളെ ആരാ ഇങ്ങനെ ഉപദേശിച്ചത്?
പരീക്ഷന്മാരോട് ശാസ്ത്രിമാരോട് ചോദിച്ചു, നിങ്ങളെ ആരാ ഇങ്ങനൊക്കെ ഉപദേശിച്ചത്? ഇപ്പൊ തന്നെ വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വച്ചിരിക്കുക, മാനസാന്തരപ്പെട്ടോണം. തീർത്താ പറഞ്ഞ്. ചുങ്കക്കാര് വന്നു, അവരോടും പറഞ്ഞതേ ആവശ്യമില്ലാത്ത പിരിവൊന്നും എടുത്തേക്കരുത്. നമ്മുടെയൊക്കെ ചില കൺവെൻഷന് പോയാൽ 1ഉം 2ഉം പിരിവെന്നല്ല, നമ്മൾ പിരിവെന്ന് കൊടുക്കുകയല്ല, സ്തോത്ര കാഴ്ച എന്നാ. അതാകുമ്പം വലിയ മനസ്സിന് വലിയ ചില ആൾക്കാർ പറയുന്ന കേട്ടാൽ നമുക്ക് പിന്നെ അങ്ങ് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വണ്ടിക്കൂലി മാത്രം വെച്ച് ബാക്കി മുഴുവൻ വലിയ പൂലാന്തേവിയുടെ കൊള്ള സങ്കേതത്തിൽ ചെന്ന പോലെ. അതുകൊണ്ട് ജനമെല്ലാം ചിലയിടങ്ങളിൽ ചെന്നാൽ സ്വോത്ര കാഴ്ചയും കൂടെ കഴിഞ്ഞേച്ചേ മിക്കവരും വരുവുള്ളൂ. അതിപ്പോൾ ഞങ്ങൾ ഉപദേശന്മാർ അതിലും മിടുക്കന്മാരാ. അതുകൊണ്ട് ഇടയ്ക്കായിപ്പോൾ എടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. ഇവിടുത്തെ കാര്യമല്ലല്ലോ പറഞ്ഞത്. ഈ പറഞ്ഞത് മുഴുവൻ ഇവിടുത്തെ കാര്യമാണോ? അപ്പൊ ശ്രദ്ധിക്കുക. പടജനത്തോ ചുങ്കക്കാരോട് പറഞ്ഞു, അന്യായമായിട്ടൊന്നും പിരിച്ചാക്കരുത്. അല്ല, ഞാനും ഇന്ന് രാത്രി പറയാ, നിന്റെ കുടുംബത്തിലോ നിന്റെ കൈവശമോ നിന്റെ ജീവിതത്തിലോ ന്യായത്തിന് നിരക്കാത്ത ഒന്നും കാണരുതെന്ന്. ഇതൊക്കെ സുവിശേഷം പറയുമ്പോൾ പറയേണ്ട കാര്യമാണ്. അപ്പുറത്ത് കാണ്ടി അതിര് മാന്തരുത്. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ ആങ്ങളക്കോ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യം കൊടുത്തോണം, അടിച്ചു മാറ്റരുതെന്ന്. മനസ്സിലാവുന്ന ഇല്ലായിരിക്കും. കൈവെടിപ്പായിരിക്കണം. അപ്പനും അമ്മയും ജാഗാറാകുമ്പം സ്നേഹം നടിച്ച് അങ്ങോട്ട് ചെന്നേച്ച് കള്ളയാധാരം ഉണ്ടാക്കുന്ന മിടുക്കന്മാരുണ്ട്. അപ്പനെ മിണ്ടാൻ മേലോടെ അപ്പച്ച കുറുക്ക് വേണോ? കുറുക്ക് ചാകാറായി കിടക്കുന്ന വല്യപ്പൻ എന്തിനാ ഇനി കുറുക്ക്? പുള്ളി അറിയാതെ തള്ളവരിൽ പിടിച്ച് അമുക്കി കള്ളയാധാരം ഉണ്ടാക്കും. പക്ഷെ ദൈവം വിടുകയല്ല. സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൃത്യം കൊടുക്കണമെന്ന്. ചതിക്കരുത്, വഞ്ചിക്കരുത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ നമ്മുടെ കയ്യും പഠിപ്പായിരിക്കണം. ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യമാണ്. സഭയിൽ വരുന്നവനും മറ്റുള്ളവരെ ചതിക്കരുത്, അവനെ ഉപദ്രവിക്കരുത്, അവനെ നശിപ്പിക്കരുത്. അപ്പോൾ കൈ വെടിപ്പായിരിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ചുങ്കക്കാരോട് പറഞ്ഞു, ആവശ്യമില്ലാത്ത ഒരു പിരിവും പാടില്ല. മാത്രമാണോ, പടജനം തന്റെ അടുക്ക വന്നു. പടജനം വന്നപ്പോഴും പറഞ്ഞു, ആമേൻ സ്തോത്രം, മറ്റുള്ളവനെ ഉപദ്രവിക്കരുത്, വെറുതെ കയ്യേറ്റം ചെയ്യരുത്. നമുക്ക് വേണ്ടി ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ന്യായമല്ലാത്ത നീതിക്ക് നിരക്കാത്ത ഒരു കാര്യവും പാടില്ല. അതാണ് തന്നെ സുവിശേഷം പറഞ്ഞ മെത്തേഡ് ഒക്കെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല. ഒന്നുകൂടെ വാക്യം വായിച്ചേ, 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവെഴുത്ത് വായിച്ചേ. ലൂക്കോസ്. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചിട്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. അപ്പൊ ജനത്തോട് സുവിശേഷം അറിയിച്ചു. അപ്പൊ എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഞാൻ ഓർപ്പിച്ചല്ലോ, 2-ാമത്തെ വിശേഷത ഇത് സമാധാനം കൊടുക്കുന്ന മാർഗമാണ്. 3 ഇത് മാനുഷികമല്ല. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് മനുഷ്യരാരും ഒപ്പിച്ചതല്ല, സർവജ്ഞനായ ദൈവമായി ഇത് അറിയിച്ചത്. ആ സുവിശേഷം അറിയിക്കാനാ ആമൻ സ്തോത്രം. ആ സുവിശേഷത്തിന് എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ദൂതന്മാരെ വിട്ട് ഈ വാർത്ത അറിയിച്ചു. സർവജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മകോ സന്തോഷം. വായിച്ചേ ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യം. ഇന്നലെ വായിച്ചതെങ്കിലും ഒന്നുകൂടെ വായിച്ചോ. ലൂക്കോസ് 2-ന്റെ 8 മുതൽ താഴോട്ട്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം സുവിശേഷിക്കുന്നു. ദൈവം ദൂതനെ വിട്ടു, ഈ വാർത്ത അറിയിച്ചു. യേശു കർത്താവ് ഇത് പറഞ്ഞു. യേശു ക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ ഇത് പറഞ്ഞു. മാത്രമാണോ, അപ്പോസ്തലന്മാരെല്ലാം ഈ സുവിശേഷം അറിയിച്ചത്. നമുക്കറിയാം, ഈ ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചെന്ന
മേശമേ തെരഞ്ഞെടുത്തയാളാ. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോകാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്കറിയാം, തേരിലെ ഷണ്ണൻ തിരുവെഴുത്ത് വായിക്കുക. ഈ വാക്യം അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞെന്ന 8-ാം അധ്യായത്തിന്റെ 34 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 34. ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ഫിലിപ്പോസ് ഉപദേശി ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. അപ്പോൾ ഈ സുവിശേഷം മാനുഷികമല്ല. ഇത് ദൈവം ആദ്യം ദൂതനെ ഇങ്ങോട്ട് വിട്ട് യേശു ജനിച്ച കാര്യം പറഞ്ഞു. യേശു ക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സുവിശേഷം അറിയിച്ചു. യേശു ക്രിസ്തുവും ഈ കാര്യം ജനത്തെ അറിയിച്ചു. തന്റെ അപ്പോസ്തലന്മാരും ഈ സുവിശേഷം അറിയിച്ചു. ഇന്നും ഇത് ദൈവദാസന്മാരെ അറിയിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇതിന്റെ കാരണം? ഇത് മാനുഷികമല്ല. മാനുഷികമായിരുന്നേ എന്നേ നിന്നേനം. സുവിശേഷത്തെ തകർക്കാനും നശിപ്പിക്കാനും തച്ചുടയ്ക്കാനും കച്ചകെട്ടി രംഗത്ത് വന്ന മിടുക്കന്മാർ ഒന്നോ രണ്ടോ ആണോ? അയ്യോ, ഉന്നതന്മാരും മിടുക്കന്മാരും. പക്ഷേ മിടുക്കന്മാരുടെ കച്ചയടിഞ്ഞതല്ലാതെ സുവിശേഷത്തിനൊരു കോട്ടവും വന്നിട്ടില്ല. ഇന്നും അത് വെന്നിക്കൊടി പറപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ബഹുമാന്യരായ ദൈവമക്കളോട്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഒരു കാര്യം പറയാ. അയ്യോ, സുവിശേഷം ഇനി പറയിപ്പിക്കത്തില്ല, സുവിശേഷത്തിന്റെ വഴി കൊട്ടി അടച്ചു, അങ്ങനെ അപ്പിടി ഇപ്പിടി ഒന്നും പേടിക്കണ്ട. ഇത് മാനുഷികമല്ല. ഈ ഇന്ത്യ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് BJP ഭരണകർത്താക്കള് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവരുടെ നേതൃത്വത്തിലാണല്ലോ. അദ്ദേഹമാണല്ലോ ഇവിടുത്തെ പ്രധാനമന്ത്രി. ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്നു. ഭരിക്കട്ടെ. ഇനി അതല്ല, അദ്ദേഹം മാറിയച്ച രാഹുൽ ഗാന്ധി കയറി വരുന്നെങ്കിൽ വരട്ടെ, നമുക്കെന്താ? അല്ല, ഇനി മായാവതി വല്ലതും കയറി വരുന്നെങ്കിൽ വരട്ടെ. അല്ല, മമതാ ബാനർജി കയറുന്നെങ്കിൽ കയറട്ടെ. ആര് ഭരിക്കട്ടെ, നമുക്ക് വിഷയമല്ല. ഭരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാ നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. ഭരിക്കുന്നവർക്ക് വേണ്ടി പുസ്തകത്തിൽ വാക്യം അങ്ങനെ. ഇവിടെ ആര് ഭരിച്ചാലും എന്തോ നിയമം കൊണ്ടുവന്നാലും ദൈവമക്കൾ ചഞ്ചലിക്കേണ്ട കാര്യമില്ല. സുവിശേഷത്തിന് ഒരു കോട്ടവും വരത്തില്ല. ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ്. ഇത് നിയന്ത്രിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാ. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. നമ്മളെല്ലാം ചെറിയ ഉപകരണങ്ങൾ മാത്രമാ. അതുകൊണ്ട് ഇന്ന് രാത്രിക്ക് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർകൾ ഭരിക്കട്ടെ. ഇപ്പൊ 10-ാം വർഷം തികയല്ലയോ, 10 ആകാൻ പോകുക, ഭരിക്കട്ടെ. അല്ല, ഇനിയും 5 വർഷം കൂടെ ഭരിക്കട്ടെ. അതല്ല, ഇനിയും VD സതീശൻ കയറുന്നെങ്കിൽ കയറിക്കോട്ടെ, നമുക്ക് എതിർപ്പൊന്നുമില്ല. അല്ല, സതീശനെ കയറ്റത്തില്ല, ചെന്നിത്തല കയറുകയാണ്, കയറട്ടെ, നമുക്കെന്നാ. ഇനി വേണുഗോപാല വരുന്നെങ്കിൽ നമുക്കിതൊന്നും എതിരല്ല. എന്നെ എല്ലാവർക്കും ഒരു സങ്കടം പോലെ. ബിജുവിന് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ലായിരിക്കും. ഇവിടെ ആര് ഭരിച്ചാലെന്താ? ഇവിടെ ആര് ഭരിച്ചാലും ദൈവമക്കളെ ഏൽപ്പിച്ച ചുമതല ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം അതൊന്നും താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ നേരം നമുക്ക് MLA MP വേണമെന്നാ പറയുന്നത്. നമുക്ക് അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. ഇവൻ നമ്മളെ കനപ്പിക്കുമോ? നല്ല ഏലായി മിക്കവാറും. ഇപ്പം ഭരിക്കുന്നവരാ നല്ലത്. ഏതാ? കേന്ദ്രമാന്തേലും കേരളമാന്തേലും ഇനി കോൺഗ്രസ് ആന്തേലും കമ്മ്യൂണിസ്റ്റ് ആന്തേലും BJP, ആര് വേണേലും ഭരിച്ചോട്ടെ. നമ്മൾ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് MLA MP ഒന്നും എന്തിനാ? നമ്മളോർക്കുന്ന ഇവനെ നമ്മൾ അങ്ങോട്ട് വിട്ടാൽ ഉടനെ നമ്മളെ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവന്മാർ ഗുണം പിടിപ്പിക്കുന്നില്ല മിക്കതും. പിന്നെ ഇനി ഇതിനെ അങ്ങോട്ട് നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, നമ്മളെ ഏൽപ്പിച്ചത് ഇത് ഭരിക്കാനല്ല. അതിനാ നമുക്ക് വേറൊരു ഭരണമുണ്ട്. പിന്നെ അങ്ങോട്ട് വരാത്തവർ ഇവിടെ കയറുന്ന നല്ലതാ. അവസാനം അവിടെ ഇല്ല. ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകത്തില്ല. അങ്ങനെ ആ വേദപുസ്തകം പഠിപ്പിക്കുന്നേ, ഞാൻ ഒപ്പിച്ചതല്ല. അയ്യോ, എത്രയോ മിടുക്കന്മാര് ഭരിച്ച ലോകമായത്. സാമ്രാട്ടുകൾ, അതാ കുറച്ചുകൂടെ നല്ലതല്ലേ? സാമ്രാട്ട്
ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ബിംബത്തിന്റെ ദർശനം കണ്ടില്ലയോ? തല അംഗം കൊണ്ടും നെഞ്ചും കയ്യും വെള്ളി കൊണ്ടും വയറു വരെയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാലിന്റെ പാതി ഇരുമ്പും പാതി കളിമണ്ണും അങ്ങനെയൊക്കെ ഭരിച്ചതല്ലയോ ബാബിലോൺ സാമ്രാജ്യം, മേദിയ, പേർഷ്യ, ഗ്രീക്ക്, പിന്നെ റോമൻ സാമ്രാജ്യം ഭരിച്ചില്ലയോ? എന്തിയേ? റോമൻ സാമ്രാജ്യത്തെ പറ്റി പഠിക്കുന്നത് കാളായസത്തിന്റെ കാഠിന്യമെന്ന ഇരുമ്പ് ഭരണം. റോമൻ കൈസർ നാജമാക്കി ഗ്രീക്ക് രാജിതം റോമർ, അപ്പോഴേ മണ്ണാൽ ദുഷിച്ചിരുമ്പാകെ ഗൽപ്പ് കെട്ടു ചിന്ന ഭിന്നമായി റോപ്പ് തന്നിൽ 5-ാം രാജിതം ഉണ്ടാമേ പരം 5-ാം രാജിതം ഉണ്ടാമേ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻശിരസായോ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5-ാം രാജിതം ഉണ്ടാമേ. വെള്ളി സാമ്രാജ്യമാം പേർഷ്യ ഭല്ലൂകം എന്തുവാ പുള്ളിപ്പുലി. വെള്ളി സാമ്രാജ്യമാം പേർഷ്യ ഭല്ലൂകം 538 തുടസം ബാബേൽ തകർത്തിരു 108 കൊല്ലം വാനിതു വല്ലാത്ത ഹ്രിംസ സ്വാഭാവിക 5-ാം രാജിതം ഉണ്ടാമേ പരം 5-ാം. ഇവിടെ ഇനി ഒരു ഭരണം യേശുവിന്റെ ഭരണമാണ്. ആ ഭരണം എങ്ങനത്തെ ഭരണമാ? ഒരു രാജാവ് നീതിയോടെ 32:1 വർത്താനം പറയാന്നോ? 32:1 ഏതാന്നായിരിക്കും? യെശയ്യാവ്. പെട്ടെന്ന് വായിക്കും, ഞാൻ പെട്ടെന്ന് തിരിയുമെന്ന് ഓർത്തില്ലല്ലയോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിയും. വായിര് 32:1 യെശയ്യാവ്. ഒരു രാജാവ് നീതിയോടെ വാഴും. ഒരു രാജാവ് നീതിയോടെ വാഴും. പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം. ഒരു രാജാവിടെ നീതിയോടെ വാഴും. അന്ന് മാത്രമേ ശരിയായ ഭരണമുള്ളൂ. അതുവരെ ആര് ഭരിച്ചാലും ശരിയാകത്തില്ല. പിന്നെ നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുറെയെങ്കിലും ശരിയായി പോകാൻ. ശരിയായ ഭരണം ഒരു രാജാവ് ഇനിയും വരും. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലുപാതാന്തികെ ചെന്നു ചൂർണീകരിക്കും രാജ്യങ്ങളെന്ന് വന്ന കല്ല് വന്മലയ്ക്ക് തുല്യമാണ്. 2 കണക്കാ. ദിവസം മറ്റേ കണക്ക് തന്നെ ഇരുന്ന കാര്യം നടക്കുകയല്ല. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലുപാതാന്തികെ ചെന്നു ചൂർണീകരിക്കും രാജ്യങ്ങളെന്ന് വന്ന കല്ല് വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞുവാൻ 5-ാം രാജിതം ഉണ്ടാമേ പരം 5-ാം രാജിതം ഉണ്ടാമേ. അപ്പൊ ഇവിടെ ഒരു ഭരണം നടത്തും. അത് യേശുവിന്റെ ഭരണമാണ്. അതാ ഒരു രാജാവ് നീതിയോടെ വാഴും. ഭരണം എങ്ങനാ? വായിച്ചേ 11:5 യെശയ്യാവ്. പെട്ടെന്ന് വായിച്ചോ, നേരമില്ല. യെശയ്യാവ് 11:5. നീതി അവന്റെ നടുക്കെട്ടും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായി എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് ഭരിച്ചാലും നീതി ന്യായവും ഇല്ല, കിട്ടത്തുമില്ല. ഏത് പാർട്ടിയിൽ നിന്ന് ജയിക്കുന്ന വ്യക്തിയാന്നേലും ഏത് മന്ത്രിയാന്നേലും തന്ത്രിയാന്നേലും രണ്ടും നല്ലതാ. അപ്പൊ ഈ ആരാണേലും ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ ജയിപ്പിച്ച് അങ്ങോട്ട് വിടുക, ഭരിക്കുക, പാർട്ടി പറയാൻ പോലെ ഒക്കുള്ളൂ. അല്ല ജയിച്ചെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ ഒക്കുവോ? ആണെന്ന് കോൺഗ്രസ്സുകാരുടെ ഇതിൽ നിന്ന് ജയിക്കുക, കോൺഗ്രസ് പാർട്ടി അതിന് ചുമതലപ്പെട്ടൊരു പറയും പോലെ ഒക്കുവുള്ളൂ. BJP ജയിപ്പിച്ച് വിടുക, അവർ പറയും പോലെ ഒക്കുവുള്ളൂ. അങ്ങനല്ലേ നമ്മൾ കണ്ടുവരുന്നതെല്ലാം. അല്ലാതെ ഞാൻ പച്ചപ്പരമാർത്ഥിയാ, ഞാൻ പരമവിശുദ്ധനാ, ഞാൻ പുണ്യാളനാന്ന് പറഞ്ഞ് എന്നാ പുണ്യാളൻ വീട്ടിൽ പോകാൻ പറയും. അതന്നെ ഇവിടെ നീതി ന്യായമായിട്ടൊരു ഭരണമില്ല. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറ, ഒരു പാർട്ടിയുടെ ആളായിട്ട് പറയണ്ട. ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്തു,
ഇവിടെ ആര് ഭരിച്ചാലും നീതിയോടെ ന്യായത്തോടെ ഭരിക്കത്തില്ല. എന്നാൽ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് നീതിയോടെ ഭരിക്കാൻ ഒരുവൻ വരും. വേട്ടമല പണ്ട് പാടിയ ഒരു പാട്ടുണ്ട്, വേട്ടമല പീലിപ്പോച്ചൻ. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരു എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവമാ. ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൻ രാജനി ഭൂമിൽ വരും. ഇസങ്ങളി പാരിലില്ല, ഈശനി പാരിടം പരിചിടുമ്പോൾ നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല അന്ന്. ഇപ്പൊ ഇതെല്ലാം ഉണ്ട്. ഇച്ചിരൂടെ സ്പീഡിൽ വായിക്കും. പിന്നെ എനിക്കും താളം പോകുന്നു. ഞാൻ ഇച്ചിരി സ്പീഡിൽ പാടാം, എന്നാലേ അത് ഒക്കുള്ളൂ, കണക്കൊക്കുള്ളൂ, ഇല്ലയോ? ഇസങ്ങളി പാരിലില്ല, ഈശനി പാരിടം പരിചിടുമ്പോൾ. ഇസങ്ങളി പാരിലില്ല, ഈശനി പാരിടം പരിചിടുമ്പോൾ. അന്ന് നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ല ഇവിടെ. ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം മറന്നുപോയോ? ഞാൻ പാടുമ്പോൾ ഇതിൻ്റെ ശബ്ദം താക്കണം, ഇവർക്ക് ഞാൻ കൊടുക്കുമ്പോൾ കൂട്ടിക്കോണം, ഇവർ വായിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. ആട്ടെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകത്തില്ല. ശരിയാക്കാന്നൊക്കെ പറഞ്ഞു, ശരിയാകുകയല്ല. ഇനി ആര് ഭരിച്ചാൽ ശരിയാകും? യേശു. എന്താ ഭരണത്തിന്റെ വിശേഷത? 11:5 ഒന്നുകൂടെ വായിച്ചു. നീതി അവന്റെ നടുക്കെട്ടും, നീതി അവന്റെ നടുക്കെട്ടും, വിശ്വസ്തത അവന്റെ അരക്കച്ചയും. വിശ്വസ്തത അരക്കച്ചയും. ഇത് രണ്ടും ഇപ്പൊ ഇല്ല. നീതിയില്ല, വിശ്വസ്തതയും ഇല്ല. അടുത്തത്, ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. ആ ഭരണത്തിന്റെ സമയത്ത് ഈ ഭൂമിയിൽ എന്തൊക്കെ നടക്കുമെന്ന് ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. ഇന്നെങ്ങാനും വന്നല്ലോ. വായിര്. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പുള്ളിപ്പുലിയും കോലാട്ടിന്റെ കുട്ടിയും കൂടെ ഒന്നിച്ച് കിടക്കുവന്ന്. പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. എങ്ങനെയുണ്ട്? അടുത്തത്, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. ഒരു ചെറിയ കുഞ്ഞ് ഇതിനെയെല്ലാം നടത്തും. പിന്നെ പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോത്തിങ്കൽ കളിക്കും. മുലകുടി കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോത്തിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. എങ്ങനുണ്ട്? ഒറ്റ വാക്കി പറഞ്ഞാൽ അന്ന് അലോഹ്യമില്ല, യാതൊരു വഴക്കില്ല, കത്തിക്കുത്തില്ല, കൊങ്ങായിക്ക് പിടിക്കുകയില്ല, തെറിയില്ല, വെടിവെക്കുകയില്ല, പെരക്ക് തീയിടുകയില്ല, ബോംബെറിയത്തില്ല, യാതൊരു പ്രഷരമില്ല. ബാബാ സുരേഷ് വരണ്ട. അണലിയെ പാമ്പിനെ പിടിക്കാൻ എന്റെ ഭാഷ പറഞ്ഞ അന്ന് വിഷമൊന്നുമില്ല, വിഷമില്ല. അതെന്നാ കാരണം? വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, അറിയാമല്ലോ. ഇതിനെല്ലാം കാരണക്കാരനാകുന്നവനെ പിടിച്ച് ബന്ധിച്ചേക്കുക. ആയിരവാണ്ട്. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ സമാധാനമായ ഒരു ഭരണം ഇനി നടക്കും. അന്നേ സമാധാനമുള്ളൂ. എന്നാൽ ഇതിന്റെ നടുവിൽ ആമൻസോത്ത് ദൈവ കുഞ്ഞുങ്ങൾക്ക് സമാധാനമുണ്ട്. മുൻപോട്ട് പോകാം. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത, ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ് എന്ന് പറഞ്ഞ മനുഷ്യരാരും കണ്ടുപിടിച്ചതല്ല. ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് അമേരിക്കയിൽ നിന്ന് കുക്ക് സായിപ്പ് കൊണ്ടുവന്നതാണ്. ഇത് കുക്കിന്റെ അല്ല, കൊക്കിന്റെ അല്ല.
പണ്ട് നോയൽ സാഹിബിൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ട് വന്നവര് കുക്കു സാഹിബ് വന്നപ്പോൾ കുറച്ച് പേര് നോയൽ സാഹിബിൻ്റെ അടുക്കൽ നിന്ന് കുക്കു സാഹിബിൻ്റെ കൂടെ അങ്ങ് പോയി. അവരെ അഭിഷേകമൊക്കെ പ്രാപിച്ച് അന്യഭാഷയൊക്കെ വിശ്വസിച്ച് അനുഭവിച്ച് അങ്ങ് പോയി. അപ്പോൾ നോയൽ സാഹിബ് പറഞ്ഞെന്നാ പറയുന്നത്, ഞാൻ കുറച്ച് മീനെയൊക്കെ പിടിച്ചു, അമേരിക്കയിൽ നിന്ന് ഒരു കൊക്ക് വന്ന് അതിനെ കൊത്തിക്കൊണ്ട് പോയെന്ന് പുള്ളി സരസമായിട്ട് പറഞ്ഞതാ. ഞാൻ പിടിച്ച മീനെയല്ല, അമേരിക്കയിൽ നിന്ന് ഒരു കൊക്ക് വന്ന് കൊത്തിക്കൊണ്ട് പോയെന്ന്. അപ്പൊ ഇത് കൊക്കിൻ്റെതുമല്ല, നാഗലിൻ്റെ അല്ല, നോയലിൻ്റെ അല്ല സുവിശേഷം. നാഗൽ സാഹിബിൻ്റെയും നോയൽ സാഹിബിൻ്റെയും ഇത് ബെഞ്ചമിൻ ബെയ്ലിയുടേതൊന്നുമല്ല സുവിശേഷം. കുക്ക് സാഹിബിൻ്റെതല്ല, ജോർജ് ബെർഗിൻ്റെ അല്ല, മേരി ചാമ്പാൻ്റെ അല്ല, പണ്ഡിത രമാഭായിയുടേതല്ല, ഇത് സൈമൺ സാറ് കണ്ടുപിടിച്ചതല്ല സുവിശേഷം. അല്ല, ഇത് കുഞ്ഞമ്മച്ചൻ കണ്ടുപിടിച്ചതല്ല, ഇത് ഉണ്ണുണ്ണി സാറിൻ്റെ അല്ല സുവിശേഷം, ചാരോ തോമാച്ചാൻ കണ്ടുപിടിച്ചതല്ല സുവിശേഷം, കല്ലുമല കുഞ്ഞുമാനുച്ചാൻ്റെ അല്ല സുവിശേഷം, ഇത് ഒരു സഭയുടെ നേതാക്കന്മാരുടെ ഒന്നുമല്ല സുവിശേഷം. സുവിശേഷം മാനുഷികമല്ല, ഇത് ദൈവം സ്ഥാപിച്ചതാണ്. അതുകൊണ്ടാണ് ഇതിനെ തകർത്ത് കളയുവാൻ അനേകർ രംഗത്ത് വന്നിട്ട് ഇന്നും ശക്തിയോടെ മുന്നേറുന്നത്. ഇത് ദൈവത്താൽ സ്ഥാപിച്ചതാ. അതുകൊണ്ട് തന്നെ സഹപടന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ, ഒരു കാര്യം ഇന്ന് രാത്രി സന്തോഷത്തോടും ധൈര്യത്തോടും പ്രസ്താവിക്കട്ടെ, സുവിശേഷം മാനുഷികമല്ല. ആരംഭകാലത്ത് ഇറങ്ങിയവരെ എന്തും വേണ്ട ഉപദ്രവിച്ചു ഈ സത്യസുവിശേഷത്തിന് വേണ്ടി, ഇല്ലേ? തകർന്നോ? ഇല്ല. ഞങ്ങൾക്കൊരു കുഞ്ഞോച്ചമ്മയുണ്ടായിരുന്നു, കമലുമാലയെല്ലാം ഊരി സ്നാനപ്പെട്ടപ്പം നാടൻ ഭാഷ പറഞ്ഞ കെട്ടുതാലി പൊട്ടിച്ചെന്ന് സ്നാനപ്പെട്ടേച്ച് വന്നപ്പോൾ അച്ചായന് സമുദായത്തിലെ വലിയ പ്രഗത്ഭന വന്നപ്പോഴേ നോക്കിയപ്പം പരുവക്കേട. കൊച്ചമ്മ എന്നോട് പറഞ്ഞത്, കുഞ്ഞോച്ചമ്മ പറഞ്ഞത്, മുടിക്കുത്തിന് പിടിച്ച് കുനിച്ച് നിർത്തിയാച്ചാ ഇടിക്കുന്നത്. പുള്ളി 80 കിലോ ഉണ്ട്, 80 കിലോയുടെ ഇടി. ഓരോ ഇടി ഇടിക്കുമ്പോഴും പുള്ളി ചോദിക്കും, മിന്നു ഇടടി എന്ന് പറയും. കൊച്ചമ്മ അന്നേരം ഇടി കൊള്ളുമ്പം പറയും, ജീവൻ പോയാൽ ഞാൻ ഇടുകയില്ലെന്ന്. അവസാനം ഇടിച്ചിടിച്ച് അവറാച്ചൻ ഉഴപ്പി. കൊച്ചമ്മേനോട് പറഞ്ഞു, ഓരോ ഇടിക്കും ഞാൻ ഗ്ലോറി പറയുമെന്ന്. കൊച്ചമ്മയുടെ ഗ്ലോറിയൊക്കെ ഗ്ലോറിയാ കേട്ടോ, അല്ല കൊച്ചമ്മ ക്ഷീണിച്ചില്ല, പിന്മാറിയില്ല, തളർന്നുമില്ല, ഇട്ടുമില്ല. അവറാച്ചൻ്റെ 3 കയ്യേലെ മോതിരമുണ്ട്, 3 വിരലേലെ, 3 വിരലിൽ. ആ മോതിര വിട്ട നല്ല പിണ്ടിച്ചതിൻ്റെ മാല്, ഈ മോതിര വിട്ട വിരൽ കൊണ്ട് ആ ഇത് പിടിച്ചാ ഇടിക്കുന്നേ. കൊച്ചമ്മ ഇട്ടില്ല, ഊരി. പക്ഷേ ഇടിച്ച് അവറാച്ചൻ ഈ മാർഗത്തിൽ വന്നു. അതാ സുവിശേഷം, സുവിശേഷത്തിൻ്റെ ശക്തി. ഇത് മാനുഷികമല്ല. അവറാച്ച മാനസാന്തരപ്പെട്ട് ദൈവകൃപ വന്നപ്പം കൊമ്പമീശയായിരുന്നു, അതെല്ലാം അങ്ങ് വടിച്ച് നല്ല പരുവത്തിനായി മോതിര ഊരി, മാലയും വേണ്ടാന്ന് വെച്ചു, ഒരു നല്ല ദൈവവൈതലായി തീർന്നു. കമ്മലുമാല മാത്രമല്ല കേട്ടോ, ജീവിത വിശുദ്ധി. അവറാച്ചൻ തെറി പറയുമായിരുന്നു, ദൈവസന്നിധി വന്നു കഴിഞ്ഞ് സ്വോത്രം മാത്രമേ പറയുള്ളൂ. അവസാനം കൊച്ചമ്മേക്കാളും തീക്ഷതയായ അവറാച്ചന്. ഇതാ സുവിശേഷം. മനസ്സിലായോ? ദൈവത്തിന് മഹത്വം. ഇത് മാനുഷികമല്ല, ദൈവത്താൽ സ്ഥാപിച്ചതാ. കല്യാണ പന്തലിൽ നിന്നൊക്കെ ഒത്തിരി പേരെ ഇറക്കി വിട്ട ചരിത്രമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്. കുടുംബത്തിന് നാറ്റപ്പേര് കേൾപ്പിച്ചെന്നും പറഞ്ഞ് ഇറക്കി വിട്ടു. പക്ഷെ അവരാരും ക്ഷീണിച്ചില്ല, പിന്മാറിയില്ല, അവരെല്ലാം ധീരതയോടെ നിന്നു. ദൈവം അവരെ നിർത്തി. ഇപ്പം പിന്നെ 2ാം തലമുറയും 3ാം തലമുറയും വന്നപ്പം കുടുംബയോഗത്തിന് പോയിക്കൊണ്ടിരിക്കുക. കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ്, കുടുംബയോഗത്തിൻ്റെ ഈയിടെ നമ്മുടെ ഒരു പേരൊന്നും പറയുന്നില്ല, പ്രധാന പാസ്റ്ററോട് ചോദിച്ചു, നമുക്ക് അന്ന് യോഗത്തിന് വരുമോ? വരാനൊക്കത്തില്ല. കുടുംബയോഗത്തിന് നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? പണ്ട് ഈ മാർഗത്തിൽ വന്നപ്പം ഇറക്കി വിട്ടതാ. എന്തിനാ ദൂരോട്ട് പോകുന്നത്? TPM-ന്റെ സ്ഥാപകൻ പാസ്റ്റർ പോള് അവർകൾ മൺമറഞ്ഞ വിശുദ്ധനാ. അദ്ദേഹം തൃശ്ശൂരുകാരനാ. തൃശ്ശൂർ അങ്ങനെ പ്രത്യേകതയുണ്ട്. എങ്ങണ്ടിയൂർ, തൃശ്ശൂർ എങ്ങണ്ടിയൂർ. പഴയ പേര് രാമൻകുട്ടി എന്നാ, രാമൻകുട്ടി.
TPM-ന്റെ സ്ഥാപകനായ ശ്രേഷ്ഠ ദൈവദാസൻ മൺമറഞ്ഞ രാമൻകുട്ടി സിലോണിൽ പോയി ജോലിയോടുള്ള ബന്ധത്തിൽ പോയതാ. CMS-ലെ ഒരു ഉപദേശിയായിട്ടുള്ള ബന്ധത്തിൽ ആമേ രക്ഷാനിർണയമൊക്കെ പ്രാപിച്ചു വന്ന ആ ശ്രേഷ്ഠനായ ദൈവദാസൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടതാ ഈ മാർഗത്തിൽ വന്നത്. അദ്ദേഹം ഒരാൾ തുടങ്ങിയതാ, ഇപ്പൊ കണ്ടില്ലേ ഉടനെ കുശുമ്പായി. അതെ, ദൈവത്തിന് മഹത്വം. അതെന്താ? ഇത് മാനുഷികമല്ല, ദൈവം തുടങ്ങിയതാ. ആരംഭകാലത്ത് ഇറങ്ങിയ പിതാക്കന്മാര് ഈ തൃശ്ശൂരുമൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. വടക്ക് തെക്കിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്നില്ലയോ അന്നത്തെ കാലത്ത്? എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയാൻ മേല, എങ്കിലും കേട്ടിട്ടുണ്ട്. ചേത്തക്ക കീവറീച്ച്, കൈതമംഗലം, തെങ്ങകാലായിലെ ദൈവദാസന്, അതുപോലെ നമ്മുടെ TP പോൾ അവർകൾ ഇല്ലയോ, വേറെ ആരൊക്കെയാ ഈ ദേശത്ത് അന്നിറങ്ങിയവരുടെ 1-2 പേര് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വേറെ ഉണ്ട് ആൾക്കാർ, വിശ്വാസികളുമുണ്ട്, കർത്തദാസന്മാരും. ഞാൻ ഓർത്ത പേര് 2-3 പറഞ്ഞതേ ഉള്ളൂ. ഈയിടെ ഞങ്ങൾ എല്ലാ സഭക്കാരുടെയും പേര് പറഞ്ഞപ്പം ഒരു തള്ള യോഗം കഴിഞ്ഞപ്പം ചോദിച്ചു, ഞങ്ങളുടെ പേരെന്നാ പറയാഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ മറന്നു പോയതാ. ഇപ്പം ഞങ്ങൾ സ്വോത്രം ചെയ്യുമ്പോൾ ആദ്യം അവരുടെ പേരേ പറയുള്ളൂ. ഇല്ല തള്ള പിന്നെ എങ്ങാനും. അടുത്ത കാലത്ത് ഞാൻ കൺവെൻഷൻ്റെ ഒരു സ്ഥലത്ത് ചെന്ന് പ്രസംഗിച്ചപ്പം കർത്താവിൻ്റെ ദാസിമാർ ചിലർ, പ്രവചന ശുശ്രൂഷയൊക്കെ ചെയ്ത ചിലരുണ്ട്. അവരുടെ പേര് ഞാൻ പറഞ്ഞു. കലയപുരം അന്നമ്മ പ്രവാചകി, 14 തങ്കമ്മാമ്മ, കാനത്തെ ലീലാമ്മ, 12 കുഴി കുഞ്ഞുഞ്ഞമ്മ, ഇങ്ങനെ കുറേ പേര് പറഞ്ഞു. കൊളക്കട കുഞ്ഞമ്മ, ഇവരുടെ എല്ലാം പേര് പറഞ്ഞു. പൂതക്കുഴി തങ്കമ്മ, ഇവരുടെ എല്ലാം പേര് ഞാൻ പറഞ്ഞപ്പോൾ യോഗം കഴിഞ്ഞപ്പം വേറൊരു സഹോദരി വന്ന് പറഞ്ഞു, അതിനെ എൻ്റെ അമ്മയുടെ പേര് പറയാൻ. ഞാൻ പറഞ്ഞു മറന്നുപോയി. പിന്നെ മറന്നു. ഇപ്പം നിങ്ങളുടെ എല്ലാം പേര് പറയാൻ, പിന്നെ എൻ്റെ അമ്മയുടെ പേരും കൂടെ. പിന്നെ ഇപ്പം ഞാൻ പറയും മാട്ടയിൽ അമ്മണി. അതുകൊണ്ട് എല്ലാം പേടിയാ പറയാൻ. ഇപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനി യോഗം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ്റെ പേരെന്നാ പറയാനെന്ന് ചോദിക്കരുത്. അഥവാ ആ പേരിന് എഴുതി തന്നേക്കണം, ഓർക്കുക, എന്നാൽ ഇനിയും പറയാം. അപ്പം ഈ പറഞ്ഞ ദൈവദാസന്മാരും ആരംഭകാലത്ത് ഇവിടേക്ക് ഇറങ്ങിയ ദൈവമക്കളുണ്ട്. സ്തോത്രം. അവരൊക്കെ ആരംഭകാലത്ത് വളരെ ആക്ഷേപവും നിന്ന് പരിഹാസമൊക്കെ സഹിച്ച ഈ മാർഗത്തിന് വേണ്ടി നിന്നത്. ഇത് തകർന്നു പോകുമെന്നും നശിച്ചു പോകുമെന്നും ഇതിവിടെ വേര് പിടിക്കത്തില്ലെന്നും ചിലരൊക്കെ പറയത്തില്ലേ, വേണ്ട ഈ ചേമ്പ് ഈ കലത്തിൽ വേഗത്തില്ല, വേണ്ട അങ്ങനൊക്കെ പലരും പൊരുതിയതാ. പക്ഷേ അതെല്ലാം കെട്ടടങ്ങി. കാരണമെന്നാ? സുവിശേഷം മാനുഷികമല്ല. ദൈവത്തിന് മഹത്വം. ഇത് നടത്തുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, ഇത് കൈകാര്യം ചെയ്യുന്നവൻ സ്വർഗത്തിലെ ദൈവമാ. അഖിലാണ്ടങ്ങളുടെ ഉടയവനായ സർവജ്ഞനായ ദൈവമായി ഇതിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇത് മാനുഷികമല്ല. സുവിശേഷത്തിന്റെ വിശേഷതയാ പറഞ്ഞു വരുന്നത്. 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനം തരുന്ന മാർഗം. 3, ഇത് മാനുഷികമല്ല. 4, എന്താ സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത? ദൈവത്തിന് മഹത്വം. വായിച്ച് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുക. സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിക്കും. സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. അല്ല പുറകോട്ടൊന്ന് ചിന്തിച്ചേച്ച് മുന്നോട്ടൊന്ന് വന്ന് നേരത്തെ എങ്ങനെയാ നടന്നത്? മദ്യപിച്ചും പുകവലിച്ചും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടും ഒന്ന് പറഞ്ഞ് 2ാമത്തിന് വഴക്കും ബുക്കാരും തെറി, കണ്ണു പൊട്ടുന്ന തെറി. നേരത്തെ നല്ല തെറി ചെറിയ തെറിയാണോ? കൊടുങ്ങല്ലൂപ്പള്ള. ഞങ്ങളുടെ സഭയിൽ ഒരു അമ്മ വരുക, ഇപ്പോഴും കൊണ്ട്, കഴിഞ്ഞ ആഴ്ച കൊണ്ടായിരുന്നു. അമ്മ ഞാനെപ്പോഴും പറയും, അമ്മ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ഈ നല്ല ഫസ്റ്റ് ക്ലാസ് തെറി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞ തള്ളേ പറയരുത്. ഇല്ല ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട്. എന്നോട് പറഞ്ഞതാ. നമ്മൾ ദൈവത്തെ ഓർത്ത്, ഇല്ല ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട് ഫസ്റ്റ് ക്ലാസ് തെറി. തള്ള എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ഞാനിത് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ എന്നെ ഞോണ്ടിയേച്ച്, എന്നെ ആരായി തെറി പഠിപ്പിച്ചെന്നറിയാവോ? അതാ
ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുണ്ട്, അവരെന്നോട് പറയാം, ഞങ്ങളുടെ ഒരു കൊച്ചമ്മ കോട്ടാലി പൊന്നമ്മ, അവൾ പറഞ്ഞു, എടി ഇങ്ങനത്തെ തെറി പറഞ്ഞ ആരും നമ്മുടെ മേളി വരികയല്ലെന്ന്. ഇങ്ങനത്തെ കേട്ട ആരാ വരുന്നേ? ഞാൻ പറഞ്ഞൊന്നും മിണ്ടരുത്. ഇല്ല, ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ടല്ല. ഇത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇപ്പോഴാ അമ്മ നല്ല സഭായുധനൊക്കെ വരുന്ന വെള്ള സാരിയൊക്കെ കൊടുത്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ സ്തോത്രം സ്തോത്രം അങ്ങനെ പറയുള്ളൂ. അതിനാ ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. പണ്ട് ഈ തള്ളടരൊക്കെ ആരും ചെല്ലത്തില്ല, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ. അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു, അമ്മേ, ഞങ്ങളുടെ അമ്മ ഭർത്താവിനെ തല്ലിയിട്ടുണ്ടെന്നാണല്ലോ കേൾക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. വലിയ വലിയ താരമാണ്. അപ്പം പുള്ളിക്കാരി അവൻ ഒറ്റയടിക്ക് താഴെ ഇട്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാ. പുള്ളി ആ ഒരൊറ്റ അടി കൊണ്ടുപോയതാ. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. എവിടാണെന്ന് പോലും ഉള്ള കാര്യമാ. തള്ള കഴിഞ്ഞ ആഴ്ചയും സഭായത്തിനുണ്ടായിരുന്നു. ഇനി ഇത് കേട്ടേച്ച് തള്ള എന്നെ വെച്ചേക്കോ എന്നുള്ളതാ. അതെ, ഇത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. എന്നാൽ ഇപ്പോൾ ആ അമ്മ അടി ഉണ്ടാക്കാൻ പോകത്തില്ല, തെറി വിളിക്കത്തില്ല, അനാവശ്യം പറയത്തില്ല. കാരണം എന്നാ? സുവിശേഷം ഈ അമ്മയെ അല്ല, മിക്ക മാതാക്കളെയും മിക്കവരെയും യോഗ്യമായി നടത്താൻ പഠിപ്പിച്ചു. അതാ സുവിശേഷത്തിന്റെ വിശേഷത. ഇത് യോഗ്യമായിട്ട് നടത്തും. വേറൊരു അമ്മയുണ്ട്, വലിയ 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 വില്ലൻ താരങ്ങളാ. അവരെ സഖാവെന്നാ വിളിക്കുന്ന. സഖാവ് പേര് ഞാൻ പറയുന്നില്ല, ചിലപ്പം ബന്ധമുള്ളവരുണ്ടെങ്കിൽ എന്തോ ഒരു അലോഗ്യം വേണ്ട. സഖാവെന്ന പഴയ പാർട്ടിക്കാരിയാ. ഇപ്പം 100 വയസ്സ് കഴിഞ്ഞു. അടുത്ത സമയത്ത് ഞാൻ കാണാൻ ചെന്നു. ഇപ്പോഴും നല്ല ആരോഗ്യമാ, ഭയങ്കര തൻ്റെടിയാ. അവർ അഭ്യാസമൊക്കെ പഠിച്ച അമ്മയാ അന്നത്തെ കാലത്ത്. അവർ ഒത്തിരി ചരിത്രം പറയാനുണ്ട്, അതല്ലല്ലോ നമ്മുടെ വിഷയം. പഴയ സഖാവ, ഇപ്പോഴും ഉണ്ട്, വീര്യമുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ തള്ളയുടെ മുന്നിൽ ഒരു കുഞ്ഞുങ്ങൾ ചെല്ലുകയല്ല. ഒരു വലിയ ഉന്നതനായ മനുഷ്യനുണ്ടായിരുന്നു. പുള്ളിക്ക് വലിയ സംഘടനയും ആൾക്കാരും ഒക്കെ അഭ്യാസികളുമൊക്കെ ഉണ്ട്. അദ്ദേഹം ഈ അമ്മയ്ക്ക് പാർട്ടിക്ക് എതിരാ. അവസാനം കൊമ്പ് കോർത്ത് ഈ തള്ള പുള്ളിയുടെ പുറകെ, അന്നത്തെ കാലമാണ്, വടിവാളുമായിട്ട് ഓടി വെട്ടാൻ. പുള്ളി ഓടി കൈ കെട്ടിയാ തള്ള വെട്ടി ശരിയാക്കും. പുറകെയിട്ട് ഓടിച്ചു. അവസാനം അങ്ങേര് പേടിച്ച് ഒരു പാലത്തെ കയറി ചെടുത്ത് ചാടി ആറ്റിലോട്ട്. അള്ളവിനെ ചാടിയിൽ എന്നോട് പറഞ്ഞ്, ഞാൻ കിട്ടാഞ്ഞൻ്റെ അരിശത്തിന് പാലത്തിൻ്റെ കൈവരി മുഴുവൻ വെട്ടിയേച്ചാ പോന്നെന്ന്. ഇപ്പോഴും ഉണ്ട്. വരികാരനെ കൊണ്ട് കാണിക്കാം, ഒന്ന് കാണുന്ന നല്ലതാ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ. ഞാൻ ഒരിക്കൽ ചോദിച്ചു, അമ്മ മരുമക്കളെ തല്ലിയിട്ടുണ്ടെന്നാക്കുന്നത് 4 അടിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, മൂത്തയാൾ ചെന്ന് എടുപ്പുവാ മരുമകൻ തല്ലിയിട്ടുണ്ട്, അവനെ ഞാൻ കാലുമടക്കി അടിച്ച് തോട്ടിലിട്ടെന്ന്. ഇതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ്. വേറെ ഒത്തിരി ചരിത്രം പറയാനുണ്ട് ഈ അമ്മയെ പറ്റിയൊക്കെ. അഭ്യാസമൊക്കെ പഠിച്ച അമ്മ അന്നത്തെ കാലത്ത്. ഇപ്പോൾ വരുന്ന ചുവടയിലേ നിൽക്കുള്ളൂ. ചുവടെ നിൽക്കിയാൽ ഇങ്ങനെ ആടിയേ നിൽക്കുള്ളൂ. നല്ല കണ്ണും കാതുമൊക്കെ ശ്രദ്ധയാണ്. പക്ഷേ ഈ അമ്മ രക്ഷിക്കപ്പെട്ടു, സുവിശേഷം കേട്ടു, യേശുവിനെ അറിഞ്ഞു. ഇപ്പോൾ അനാവശ്യം പറയത്തില്ല, അടിപിടിക്ക് പോകത്തില്ല. മരുമക്കളെയൊക്കെ ഇപ്പം വലിയ ബഹുമാനമാണ്. ഈയിടെയും പറഞ്ഞ് എല്ലാവരോടും അങ്ങ് ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരും. മോളെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട്, എങ്ങനുണ്ട് അമ്മച്ചിക്ക്? അയ്യോ, എല്ലാവരോടും ക്ഷമ ചോദിക്കുക, പിള്ളേരോടല്ല. മോളെ എന്തേലും പറഞ്ഞിട്ടുണ്ടേ ക്ഷമിക്കണേ, മോനെ എന്തേലും ഉണ്ടേ ക്ഷമിക്കണേ, അമ്മച്ചോട് ക്ഷമിക്കണേ. കണ്ടോ, സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ദൈവത്തിന് മഹത്വം. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കും, യോഗ്യമായി സംസാരിക്കാൻ പഠിക്കും, യോഗ്യമായിട്ട് ഇടപെടാൻ പഠിപ്പിക്കും. അത് സുവിശേഷത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ. എല്ലാത്തിനും വ്യത്യാസമല്ലേ? എന്താ സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത? ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കുന്ന മാർഗമാ സുവിശേഷം. കണ്ടില്ലേ വന്നിരിക്കുന്നു? എന്ത് യോഗ്യമായിട്ടാ വന്നിരിക്കുന്നത്? നേരത്തെ ഇങ്ങനാന്നോ? അല്ല. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. സുവിശേഷത്തിൻ്റെ വിശേഷതയായി പറഞ്ഞു വരുന്നത്, 1 ഇത് രക്ഷിക്കുന്ന മാർഗം, 2 സമാധാനം തരുന്ന മാർഗം, 3 ഇത് മാനുഷികമല്ല, 4 ഇത് യോഗ്യമായിട്ട് നടത്താൻ പഠിപ്പിക്കും.
സുവിശേഷത്തിൽ വന്നത് കൊണ്ടാണ്. നമ്മളെ ആരെയാലും അനാവശ്യം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയുമോ? ഇല്ല, ഞാൻ പറയത്തില്ല. ഒരിക്കലെ ഞങ്ങളുടെ അവിടെ 2-3 പേര് വന്നു, പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല, വന്ന് എൻ്റെ വായിൽ നിന്ന് എന്തേലും കിട്ടാനാ വഴക്കുണ്ടാക്കാൻ വന്നതാ. 1, 2, 3, 4 പേര്. സഭായം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റേജിലിരിക്കുക. ഇവർ 4 പേരും വന്ന് താഴെ ഇരുന്നു. ഞാൻ പറഞ്ഞു, വന്നിരിക്കേ, ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആയിക്കോ, ചോദിച്ചോ. അപ്പോൾ ചോദിക്കുന്നതെല്ലാം കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി തല്ലുന്ന വർത്താനമാണ് ചോദിക്കുന്നത്. അതെ, ഞാൻ എന്നെ അടുത്തെന്നറിയാം. എഴുന്നേറ്റെ, ഞാൻ പിന്നെ കസാര തരാം, തൽക്കാലം അങ്ങോട്ടിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കണേ, ഞാൻ സാധനം കളഞ്ഞെന്ന് പറയരുത്. ഇവര് 4 പേരും വന്നിരുന്നു. അപ്പൊ ചോദ്യം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പരുവക്കേടുള്ള ചോദ്യമാണ് വരുന്നത്. കാരണം എൻ്റെ വായിൽ നിന്ന് എന്തേലും മരണം, അത് പ്രശ്നമുണ്ടാക്കാനാ. ഞാൻ ഇങ്ങനെ ഇരുന്നു. ദൈവം സാക്ഷി, ഇത് മറച്ചു വെച്ച എന്നാന്ന് വെച്ചാൽ, അല്ലേ അവന്മാർ പറയും ചുണ്ടുകൊണ്ട് ഏതാണ്ട് പറഞ്ഞെന്ന്. ഇങ്ങനെ ഇരുന്നു, നല്ല പ്രാഗൽഭ്യത്തോടാ പറയുന്നേ. 3/4 മണിക്കൂർ എൻ്റെ അപ്പന് പറഞ്ഞു, അമ്മയ്ക്ക് പറഞ്ഞു, ചരിത്രമെല്ലാം ഇരുന്ന് പറയുക. ഞാൻ പറയാത്തതും ചിന്തിക്കാത്തതും എല്ലാം അങ്ങ് ഞാനും കണ്ട് പറഞ്ഞോട്ടെ. കാരണം ഇതെല്ലാം കുറച്ച് പറയുമ്പോൾ ഇവർക്ക് ആശ്വാസം ഉണ്ടാകും. അങ്ങനുണ്ട്. ഞാൻ മുഖാന്തരം അവർക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാകുക എന്നേ. ഇങ്ങനെ ഇരുന്നു 3/4 മണിക്കൂർ. അത് ദൈവം കൃപ തരുന്നതാണ്. അപ്പം ഞങ്ങളുടെ വിശ്വാസികളുമൊക്കെ ചിലരുണ്ട്, അവരോർത്തിന്ന് ഇവിടെ വലിയ ഭൂകമ്പം നടക്കുമെന്ന്. അതുപോലത്തെ കാര്യമാണ് പറയുന്നത്. വെളിയിൽ നിൽക്കുന്നവർക്ക് കേട്ടിട്ട് ഒരുത്തന്നോട് ഞാൻ ദേഹം തരിക്കുകയായിരുന്നെന്ന്. നീ തരിക്കണ്ടെന്ന് പറഞ്ഞു. 3/4 മണിക്കൂർ സംസാരിച്ചു. ഒന്നും എൻ്റെ വായിൽ നിന്ന് വരാൻ ദൈവം അനുവദിച്ചില്ല. സങ്കീർത്തന 39 ഞാൻ അന്നേരം ഓർത്തു. മിണ്ടത്തില്ല. മിണ്ടാതിരുന്നപ്പോൾ അതിൽ ഒരുത്തൻ ചോദിച്ചു. അവൻ പറഞ്ഞ ഭാഷ ഞാൻ അതുപോലെ പറയാം. ഒരു ചെറിയ തെറിയ, ഒരു തെറിയും കൂടി ഇരിക്കട്ടെ. അവനുടനെ എന്നോട് ചോദിക്കുക, വായിക്കാത്ത തന്നെ ആ തൊഴയാണോ എന്ന്. നിങ്ങളോടത്ത് വലിയ തെറി പറയുമെന്നാന്നോ? ഇല്ല, തള്ള പറയാൻ പോലെ ഒന്നും പറയത്തില്ല. എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇല്ല. ഇനി ഇരുന്നോ, വന്ന് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യും. അപ്പം അതിലൊരുത്തൻ ചോദിക്കുക, വായിക്കാത്ത തന്നെ ആ തൊഴയാന്നോ? എന്നിട്ട് ഞാൻ മിണ്ടിയില്ല. തൊഴയാന്നും പറഞ്ഞില്ല, നയമ്പാന്നും പറഞ്ഞില്ല, നാക്കാന്നും പറഞ്ഞില്ല. ഒടുവിൽ അവരങ്ങ് പോയി പ്രാർത്ഥിച്ചു വിട്ടു. അതെന്നാ, ഈ സുവിശേഷം നമ്മളെ സ്തോത്രം യോഗ്യമായിട്ട് നടത്തും. ദൈവത്തിന് മഹത്വം. ഇത് യോഗ്യമായിട്ട് നമ്മളെ നടത്തുന്നതാണ്. ഈ മാർഗത്തിൽ വന്നത് കൊണ്ടാണ് ഇത് ഒക്കുന്നത്. ദൈവത്തിന് മഹത്വം. നമ്മളെ ഉപദ്രവിക്കുന്നവർ കാണും, തിരിച്ചൊന്നും പറയത്തില്ല, പ്രതികരിക്കത്തില്ല. ആക്ഷേപിക്കുന്നവർ കാണും, ഒന്നിനും മറുപടി പറയത്തില്ല. ഈ മറുപടി പറയാൻ പോയാൽ പിന്നെ അതിനേ ഉള്ളൂ നേരം. ആ മറുപടി പറയുന്ന നേരത്തിന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലോ? അതല്ലേ ഏറ്റവും നല്ലത്. മറുപടി പറയാൻ പോകുന്ന നേരത്തിന് ഇപ്പം എല്ലാവരും ഒക്കെ വിശദീകരണമാണ്. പ്രതികരണം, വിശദീകരണം, പിന്നെന്തുവാ? ആ നേരത്തിരുന്ന് പ്രാർത്ഥിക്കാവോ? നിനക്ക് വേണ്ടി ദൈവം വൻക്രിയ ചെയ്യും. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനം തരുന്ന മാർഗം. 3, ഇത് മാനുഷികമല്ല, ദൈവികമാ. 4, എന്തുവാ നമ്മൾ ചിന്തിച്ചേ? യോഗ്യമായിട്ട് നടക്കുന്ന മാർഗം. 5 ഞാൻ പറഞ്ഞോ? ഇല്ല. സുവിശേഷത്തിന്റെ 5ാമത്തെ വിശേഷത, ഇത് നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. ഉയർത്തും. വായിച്ചേ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം
11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:7. സുവിശേഷം നിന്നെ ഉയർത്തും. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം നമ്മളെ ഉയർത്തും. ഇവിടെ ഇരിക്കുന്ന, മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്നവരുടെ കയ്യിലോട്ട് ഈ മൈക്ക് കൊടുത്താൽ ഓരോരുത്തരും ഇങ്ങോട്ട് കയറി വന്ന് പറയുന്ന പദം ഇതായിരിക്കും: എൻ്റെ ദൈവം എന്നെ ഉയർത്തി, എൻ്റെ ദൈവം എന്നെ മാനിച്ചു, എൻ്റെ ദൈവം എന്നെ ആദരിച്ചു. ഇന്ന് രാത്രിയുടെ വന്ന സകല ദൈവമക്കൾക്ക് ഈ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: എൻ്റെ ദൈവം എന്നെ ഉയർത്തി. ഈ ആദരണീയ കർത്തദാസന്മാരോട് ചോദിച്ച് അവരും ഇത് തന്നെ പറയും: ദൈവം ഉയർത്തി. ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ ഇത് തന്നെ പറയും: എൻ്റെ ദൈവം എന്നെ ഉയർത്തി. ഒന്നുകൂടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ, സുവിശേഷം ഞങ്ങളെ ഉയർത്തി. സുവിശേഷം നിന്നെ ഉയർത്തുന്നതാ. നീ പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കും, നിരാശയുടെ അടിത്തട്ടി കിടക്കുന്ന വ്യക്തിയായിരിക്കും, പീഡനത്തിന്റെ അടിത്തട്ടി കിടക്കുന്നവനാ. ഗതിയില്ലാതെ, ഗത്യന്തരമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ജീവിതം ഇനി ഒടുക്കാമെന്ന് ചിന്തിച്ചായിരിക്കും കിടക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാ: ഈ സുവിശേഷം ഏറ്റെടുത്താൽ, ഈ സുവിശേഷം വിശ്വസിച്ചാൽ, ഈ സുവിശേഷം അംഗീകരിച്ചാൽ, നിന്റെ അരാജകത്വം മാറ്റി നിന്നെ ഉയർത്തുന്ന മാർഗമാ സുവിശേഷം. നമ്മുടെ ആൾക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ കുറ്റമല്ല, നല്ല കാര്യമാ. ചെല്ല് പറയാനുണ്ടു. ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയിൽ ഒരു സംഭവം, ചെല്ല് പറയും ആസ്ട്രേലിയയിൽ ഒരു വിഷയം, ചെല്ല് പറയും കാലിഫോർണിയയിൽ നടന്ന ഒരു കാര്യം, കാനഡയിൽ. അതൊക്കെ നല്ല കാര്യമാ, ഉള്ളതാ, ഞാൻ എതിർക്കുന്നില്ല. എന്തിനാ കാലിഫോർണിയയിലും കാനഡയിലും പോകുന്നത്? ഇവിടെ ഉണ്ടല്ലോ പറയാൻ. ഏതാ ഉയർത്തിയ കാര്യം? സായിപ്പിനെ ഉയർത്തുന്ന കാര്യം ദൈവം ഉയർത്തിക്കോട്ടെ. എന്തിനാ? ഇവിടെ ഉണ്ടല്ലോ. എന്തിനാ ദൂരോട്ട് പോകുന്നത്? എന്നെ നോക്കേ, എന്തിനാ ഒത്തിരി ദൂരോട്ട് പോകുന്നത്? എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തി, ഈ സുവിശേഷം എടുത്തത് കൊണ്ടാണ്. അതിൻ്റെ കാര്യവും കൂടെ പറയാം. യാതൊരു യോഗ്യതയും മാനുഷികമായിട്ടില്ല. ഒത്തിരി അപാകതയുണ്ട് എനിക്ക്, ഒത്തിരി. എല്ലാം ഒന്നും പറയുന്നില്ല. ഒന്ന്, വിദ്യാഭ്യാസമില്ല. അത് കേൾക്കുമ്പോൾ അറിയാമല്ലോ. നാളെ ഒരാൾ പറഞ്ഞ അവൻ വിവരദോഷിയാന്ന്. കറക്റ്റ് കാര്യമാണ്. ഒരാളോട് അവൻ വിവരദോഷിയാണ്. സത്യാവുള്ളി പറഞ്ഞ് വിവരമില്ല. അപ്പം വിദ്യാഭ്യാസമില്ല. 2, കുടുംബശ്രേഷ്ഠതയില്ല. ഒരാളെന്നോട് ചോദിച്ചു വിവരങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ഇന്നവിടെ കുടുംബശ്രേഷ്ഠതയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ പകലോ മറ്റവാണ്. ആയിക്കോട്ടെ, നമ്മൾ മറ്റത്തുമല്ല മലയിലുമല്ല, പരുവക്കേടാണ്. കുടുംബശ്രേഷ്ഠതയില്ല, വിദ്യാഭ്യാസമില്ല, കളറും അത്ര നല്ലതല്ല ലോകപരമായിട്ട്. കുറിയാക്കോസ് പാസ്റ്റോ അച്ചായനും ഒക്കെ നല്ല ചുമപ്പാണ്, അത്ര നല്ല, അവരുടെ അത്രോ നല്ല ഇല്ല. നമ്മളൊക്കെ സമശിക്ഷാവിധില്ല. അവിടെ ഇരിക്കും ഞാൻ പിന്നെ പറയാം. പുള്ളിക്കും അങ്ങ് സങ്കടമാണ്. സമശിക്ഷാവിധിയിൽ എന്നിട്ടും പഠിക്കുന്നില്ലെന്നാ പുസ്തകത്തിൽ വാക്കി, പുസ്തകത്തിൽ എന്നിട്ടും. അപ്പം വിദ്യാഭ്യാസം ഒന്നുമില്ല, കുടുംബശ്രേഷ്ഠതയില്ല, കളറും അത്ര നല്ലതല്ല, ശബ്ദവും നല്ലതല്ല. ഇവരാണ്ട് പാടുമ്പോൾ നല്ല ശബ്ദത്തിലാണ് പാടുന്നത്. എൻ്റെ ശബ്ദമോ? അടുത്ത കാലത്ത് ഒരു തള്ള വിളിച്ച് പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ കടന്ന് ഈ കാറുന്നത് എന്തിനാന്ന്? പാടുന്നെന്ന് പോലും പറഞ്ഞില്ല. രണ്ടും കൂടെ കടന്ന് കാറുന്ന. ശിവപാസ്റ്ററുണ്ട് എൻ്റെ കൂടെ. രണ്ടും കൂടെ കടന്ന് എന്തിനായി കാറുന്നെന്ന്? അത് ശരിയാ, ശബ്ദം നല്ലതല്ല. എൻ്റെ പിതാവിന് കള്ളുഷാപ്പിലെ ജോലിയാണ്. കള്ളുഷാപ്പിൽ ഒരു സാധുവായ മനുഷ്യനാണ്. യൂണിയൻ തൊഴിലാളിയാണ്, ചെത്തു തൊഴിലാളി, യൂണിയനിൽ പെട്ടയാളാണ്. കള്ളുഷാപ്പിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അതെ, എൻ്റെ അപ്പന് പാത്രം കഴുകും. യൂണിയൻ തൊഴിലാളിയാണെങ്കിലും അതാ ജോലി. കുടിക്കുന്നവരൊക്കെ വന്ന് കുടിച്ചേച്ച് പോകുമ്പോൾ കുപ്പിയും പാത്രവും ഒക്കെ കഴുകി. അങ്ങനെ ഞങ്ങളെ വളർത്തിയത്, എന്നെ, എൻ്റെ സഹോദരങ്ങളെ, വീടിനെ സംരക്ഷിച്ചു. വളരെ ബുദ്ധിമുട്ടിയാണ് വളർന്നത്. ദാരിദ്ര്യ ദുഃഖമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പറയുമ്പം ഏറെക്കുറെ മനസ്സിലാകും.
നല്ല വസ്ത്രമൊന്നും ചെറുപ്പത്തിൽ ധരിക്കാൻ ഒത്തിട്ടില്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സാഹചര്യം അതാ. ചെറുപ്പത്തിൽ സ്വന്തമായിട്ട് വീട് ഒന്നുമില്ല. ബന്ധുക്കളുടെയൊക്കെ വീടുകളിലാണ് അന്ന് താമസിച്ചത്. അത് കഴിഞ്ഞ് ഒരു ചെറിയ വീട് ഓലപ്പര പണിതു. ചാണകം വിട്ട് മെഴുകിയ തറയും ഓല മറച്ചതാണ്. അത് ഞാനെല്ലാം വിവരിക്കുന്നില്ല. എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെടുമായിരുന്നു. അപ്പനേക്കാളും നന്നായിട്ട് അമ്മ കഷ്ടപ്പെടും. ഞങ്ങൾ കുട്ടനാട്ടിലാണ്. പാടത്ത് കൊയ്യാനും മെതിക്കാനും ഒക്കെ പോകും. കൊയ്ത്ത് കഴിഞ്ഞാലും അമ്മ പിന്നെയും ജോലിക്ക് പോയി. അടിച്ചു വാരുക എന്ന് പറയും. കൊയ്ത്ത് അവിടെ അതൊക്കെ തൂത്തുവാരി എടുത്ത് വെക്കും. അത് കഴുകിയൊക്കെ എടുക്കണം. ചുമക്കാൻ ഞാനാ പോകുന്നത്. കൊച്ചാന്നേലും എന്നെ കൊണ്ടുപോകും. ഞാൻ പോയേ ഒക്കൂ. കൊയ്യാനും മെതിക്കാനും ഒക്കെ ഞാനും പോയിട്ടുണ്ട്, അറിയാം. ഞങ്ങൾക്ക് കിണർ ഒന്നുമില്ല, കറണ്ട് ഒന്നുമില്ല, ഫോൺ ഒന്നുമില്ല, നല്ല വീട് ഒന്നുമല്ല. അന്നൊക്കെ ആറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരണം. ഒത്തിരി ദൂരം നടക്കണം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. വീട്ടിലാന്നേലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ പലതുണ്ട്. ആട്ടെ, ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് ഈ സുവിശേഷം കെട്ടി ഈ മാർഗത്തിൽ വരുന്നത്. എൻ്റെ അപ്പനും അമ്മയും നന്നായിട്ട് കഷ്ടപ്പെട്ടു. നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ അങ്ങനെ. ഞാനിപ്പം എൻ്റെ ഈ മൈക്ക് ഇരിക്കുന്നതുകൊണ്ടല്ലയോ ഇത് പറയാൻ. ഈ മൈക്ക് നിങ്ങളുടെ തന്നാൽ നിങ്ങളും പറയും. ഇപ്പം തന്നെ അവിടെ നിന്ന് പറയും. തൻ്റെ അപ്പനും അമ്മയും മാത്രമല്ല, ഞങ്ങളുടെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും അങ്ങനെ. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുക. വളരെ ബുദ്ധിമുട്ടിക്കൂടാ ജനിച്ചതും വളർന്നതുമല്ല. ഒരിക്കൽ ഞാൻ അമേരിക്ക ചെന്നപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുക. അവനാ എന്നെ കൊണ്ടുപോയത് അവൻ്റെ വണ്ടിയിൽ. ഞാൻ സഭയിൽ ഇത് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇതൊന്നും പറയരുതെന്ന്, നാണക്കേടാ. ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ തന്തയുടെ കാര്യം നീ പറയുമോ? ഞാനല്ലേ പറയണ്ടേ? അതോ അമേരിക്ക ചെല്ലുമ്പോൾ തന്ത മാറുമോ? നിങ്ങളിത് അംഗീകരിക്കാൻ ഞാൻ എൻ്റെ തന്തയ്ക്ക് വരാ ഇപ്പം പറഞ്ഞ്. സുവിശേഷം വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഇങ്ങനെ ആര് പറയും? അപ്പൊ അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ട് കൂടി ആ വളർന്നെന്ന്. അപ്പൊ ഒരു സംഭവം പറയാനാ. നല്ല വസ്ത്രം ധരിച്ചത് ഈ സുവിശേഷം കേട്ടതിൽ ശേഷമാണ്. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതും ഈ സുവിശേഷത്തിൽ. അതിപ്പോ കാണുമ്പോൾ അറിയാമല്ലോ. നല്ല ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടാൻ പഠിച്ചത് ഈ മാർഗത്തിൽ വന്നതാ. സുവിശേഷത്തിന്റെ വിശേഷത എന്നാണെന്നറിയാമോ? നിന്നെ ഉയർത്തും. ഞാൻ പണ്ട് പറഞ്ഞ സാക്ഷ്യം മിക്കടത്തും പറഞ്ഞത് ഒന്നുകൂടെ പറയുക. പണ്ട് കൊതിച്ചിട്ടുണ്ട് ഒരു വിമാനം കാണാൻ കൊതിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ഈ സുവിശേഷം കേട്ടതിന് ശേഷം, അംഗീകരിച്ചതിന് ശേഷം അനേക രാജ്യങ്ങളിൽ വിമാനത്തെ പോകാൻ ഇടയാക്കി. വിമാനത്തെ പോയ ചരിത്രം പറഞ്ഞതല്ല, അതിനെല്ലാം ഇടവരുത്തിയത് സുവിശേഷമാണ്. മാന്യന്മാരുമായിട്ട് ഉന്നതന്മാരുമായിട്ടൊക്കെ ഇടപെടാനും സഹകരിപ്പാനും ഒക്കെ പഠിച്ചതും അത് അനുഭവിച്ചതും ഈ സുവിശേഷം അത് ഉയർത്തുന്നതാ. എല്ലാ നിലയിലും. അങ്ങനല്ലേ പുസ്തകത്തിലെ വാക്യം? അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തും. അതാ സുവിശേഷം ഇല്ലേ? ആ കാവാലത്ത് കിടന്ന് ഞങ്ങൾ പണ്ട് ഒരു പെണ്ണ് കാണാനായിട്ട് ഒരു വീട്ടിൽ പോയി. എനിക്കല്ല, എൻ്റെ സഹോദരൻ്റെ സ്നേഹിതന്. അപ്പോൾ പെണ്ണ് കാണാൻ പോയപ്പം ആ വീട്ടിലെ അമ്മയുണ്ട്. അവിടുത്തെ പെണ്ണിനെ ഇവന് കാണാൻ പോയതാ. എന്നെയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട് വർത്തമാനമെല്ലാം പറഞ്ഞപ്പോൾ ഈ അമ്മ ചോദിച്ചു, എവിടെ ആ വീട്? അപ്പം ഞാൻ പറഞ്ഞു, കാവാലമോ? ഞാൻ പറഞ്ഞു, അതെ, കാവാലം, ആലപ്പുഴ ജില്ല, കുട്ടനാട്. ഓ, വെള്ളക്കുഴി അല്ലയോ? അവർ മറുപടി പറഞ്ഞ, വെള്ളക്കുഴി അല്ലയോ? ആട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ അമ്മയുടെ ഭാഷയിൽ വെള്ളക്കുഴിക്കകത്തിൽ നിന്നാണ് എന്നെ ഉയർത്തിയത്. അതേന്ന്. സ്തോത്രം. യാതൊരു യോഗ്യതയില്ലായിരുന്നു മാനുഷികമായി. നിങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ എന്നേക്കാളൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടവരാ എല്ലാ നിലയിലും. പക്ഷേ ആ നിങ്ങളുടെ കൂടെ എന്നെ ഇരുത്തിയത് ഈ സുവിശേഷമാണ് ആണെന്ന്. ഈ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുമെന്ന്.
ദൈവത്തിൻ്റെ മഹാകൃപ. ഞാനൊരു കാര്യം സന്തോഷത്തോടും വളരെ വിനയത്തോടും ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയാം. മറ്റു രീതിയിൽ ചിന്തിക്കരുത്. അയ്യോ, ദൈവത്തിന് മകത്ത്. ഇപ്പോൾ ഈ ഡ്രസ്സുമൊക്കെ കേട്ടോ, പുസ്തകമൊക്കെ ഉണ്ട്. ഇപ്പം ചിലയിടത്തൂടൊക്കെ നടന്നാൽ ഇങ്ങോട്ട് വന്ന ആൾക്കാർ ചോദിക്കും, ഇന്നയാളല്ലയോ? അതെ, മെനഞ്ഞാന്ന് ഞങ്ങൾ ഒരു യോഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ, പേര് ഒന്നും പറയുന്നില്ല, അത് മോശമല്ലയോ? ദൈവത്തിന് മഹത്വം. അത് അങ്ങനെ അല്ലല്ലോ. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്തിലെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി പുള്ളി അവിടെ നിൽക്കുക. അപ്പം ഞാനും അങ്ങോട്ട് ഇറങ്ങി. അപ്പം എന്നെ കണ്ടു കൈ തന്ന് ഞാനും കൈ കൊടുത്തു. അപ്പം എന്നോട് പറയാ, എന്നും കേൾക്കുമെന്ന്. അവരാരാ? വിദ്യാഭ്യാസം കൊണ്ടും സ്ഥാനം കൊണ്ടും ലോകപരമായിട്ട് ഉന്നതരല്ലയോ? അപ്പോൾ പറഞ്ഞു, വലിയ ഇഷ്ടമാണ് എന്നെ എന്ന് പറഞ്ഞ പ്രസംഗമേ. കണ്ടോ, എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, കുടുംബശ്രേഷ്ഠതയുള്ളവർ, മഹിമയുള്ളവർ, ഉന്നതന്മാർ ഒക്കെ ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ ഈ പോഷനാകുന്ന എന്നെ ഈ വിധത്തിൽ മാനുഷികമായിട്ടും ആത്മീകമായിട്ടുമൊക്കെ ഉയർത്താനുള്ളതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഈ സുവിശേഷമാണ്. സുവിശേഷം തന്നെ ഉയർത്തും. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഒരിക്കൽ ഒരു രാജ്യത്ത് പോയി ഇങ്ങോട്ട് വരിക, കാനഡയിൽ പോയ ചരിത്രം പറയുകയല്ല. കാനഡയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഭാഷ വശമില്ലാത്തത് കൊണ്ട് മിക്കപ്പോഴും വീൽ ചെയറിലാണ് പോകുന്നത്. അതാകുമ്പം വലിയ ശല്യം ഇല്ല. അത് അങ്ങനെ ഭാഷ വശമില്ല. അവർ തുരുതുരാന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ? അപ്പം വീൽ ചെയർ ആകുമ്പം തന്നെയല്ല, കാലിന് വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് രണ്ട് കാര്യം, ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകുന്നത്. അപ്പം കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് പോയി എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ്, ഭാഷാ പ്രശ്നമാണ് കൂടുതൽ. അപ്പം അന്ന് ഒറ്റയ്ക്കാണ് പോരുന്നത്. ഞാനും ഭാരപ്പെട്ട്, ദൈവമേ എന്തോ ചെയ്യും. കൂടെ വന്ന പുള്ളിക്കാർ വീൽ ചെയറുമൊക്കെ എടുത്ത് എന്നെ ഇരുത്തി ലഗേജും എല്ലാം വിട്ടിഞ്ഞു വന്നപ്പം ഇത് പ്രധാനപ്പെട്ട ഒരു ഓഫീസർ എന്നെ കണ്ടു. പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വന്നു. കാവാലം പാസ്റ്റർ അല്ലയോ? ഞാൻ പറഞ്ഞു അതെ. അവിടോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അയ്യോ ദൈവമേ, വെട്ടിനകത്ത് വീണോ? മാറിയിരിക്കാൻ അവിടെ ഇരിക്കുക പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചിന്ത, ദൈവമേ ഇനി എന്തോ വല്ല ഒന്തറാക്കുള്ളിയാന്നോ? എന്തായാലും സ്തോത്രം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞ്, ഞാൻ അങ്ങനെയുള്ള രംഗങ്ങൾ വരുമ്പോൾ സ്തോത്രം പറഞ്ഞ് ആത്മാവി നിറഞ്ഞ് ആരും കേൾക്കാതെ അന്യഭാഷയ്ക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇങ്ങനെയുള്ള രംഗങ്ങൾ അന്യഭാഷ പറഞ്ഞ് മതി പോ. അപ്പം അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. ആൾക്കാരെ എല്ലാം കയറ്റി വിടുക, എന്നെ വിടുന്നില്ല. അയ്യോ, വിട്ടവര് അങ്ങ് വെളിയിലോട്ട് പോയി. ഞാനിങ്ങനെ അന്യഭാഷയൊക്കെ പറഞ്ഞിരിക്കുക, സ്തോത്രം ചെയ്യും. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഇറങ്ങി വന്നു വെച്ചു വരാൻ പറഞ്ഞു. പുള്ളി തന്നെ ഇത് ഉന്തുക. അപ്പം വേറൊരാളുണ്ട്, അവനോട് പറഞ്ഞ് പൊക്കോളാൻ എന്ന് വെച്ച് പുള്ളി ഈ വിമാനത്തിൻ്റെ അടുത്ത്. അപ്പം എനിക്ക് വേറൊന്നുമില്ല, പുള്ളി എല്ലാം അങ്ങ് ചെയ്ത് കൊണ്ടുപോയി വിമാനത്തിനകത്ത് കയറ്റി. പുള്ളിയും കൂടെ കയറി ഇതിനകത്തോട്ട് കയറിയച്ച്. എനിക്കതിൻ്റെ പേരൊന്നും അറിയാം. 2 നില പ്ലെയിനാണ്, 2 നില. അതിനെന്നാ ഇംഗ്ലീഷ് പറഞ്ഞേ? എന്താ വന്നു 2 നില. പുള്ളി അതിൻ്റെ മേളിലത്തെ നിലയിൽ ബിസിനസ് ക്ലാസ്സിൽ. അപ്പം പിന്നീട് അറിഞ്ഞത് ഒത്തിരി ഫ്രീ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ലാസ്റ്റ് വരെ നോക്കിയിരുന്ന് ചെക്കൗണ്ട് കയറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നും കേൾക്കും, എൻ്റെ പ്രത്യേക പരിഗണനയിൽ വിടുക എന്ന്. അവിടെ മുതൽ ബിസിനസ് ക്ലാസ്സിൽ. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരമെന്തെന്ന് ചോദിച്ചാൽ, ഈ സുവിശേഷം നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. ദൈവത്തിൻ്റെ മകത്വം. അങ്ങോട്ടിരിക്കും, അവിടോട്ടിരിക്കും. നമുക്കിത് കഴിഞ്ഞ് പറയാം. പോകരുത്, ഇവിടെ ഇരിക്കണം. എന്നെ കണ്ടേച്ചേ പോകാവൂ. ഇങ്ങോട്ടിരിക്കും. ഓക്കെ, അങ്ങോട്ടിരിക്കെ. ഇത് കഴിഞ്ഞ് നമുക്ക് പറയാം. പോകരുത്, ഇവിടെ നിൽക്കണം.
ഇവിടോട്ടിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തിന്റെ വിശേഷത നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. ഏത് വ്യക്തിയെയും അവൻ ഉയർത്തുന്ന മാർഗമാണ് സുവിശേഷം. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠനാന്നരർ ഒപ്പമിരുത്തിയതെന്നയം തൽപുതം പരാ മനുവേല വന്ദനം മന്നിലേഖന മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ മനുവേല വന്ദനം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സുവിശേഷം നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. ഈ സുവിശേഷ മാർഗത്തിൽ വന്നിട്ട് അവൻ ആരും അധപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെ ആരേലും പരുവക്കേടായിട്ടുണ്ടെങ്കിൽ അത് അവനവന്റെ കുഴപ്പമാ. സുവിശേഷത്തിന് ഒരു കുഴപ്പവുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യവും കൂടെ കയറി പറയാം, ദൈവത്തിന് മകത്ത് അവരെ ഇവരെയും കണ്ടും അതും ഇതും കേട്ട് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിന് മഹത്വം. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ വിശേഷത നിന്നെ ഉയർത്തുന്ന മാർഗമാ. ഈ മൈക്ക് മുമ്പേ പറഞ്ഞതുപോലെ ആരുടെയാലും കൈ കൊടുത്താൽ അവർ പറയും, ഈ സുവിശേഷം എന്നെ ഉയർത്തി, സുവിശേഷം എന്നെ മാനിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, സുഹൃത്ത്, മാതാവേ, പിതാവേ, സുവിശേഷം നിന്നെ ഉയർത്തും. വിശദീകരിക്കുന്നില്ല. 1, സുവിശേഷം നിന്നെ രക്ഷിക്കും. 2, സുവിശേഷം സമാധാനം തരുന്ന മാർഗമാ. 3, സുവിശേഷം മാനുഷികമല്ല. 4, സുവിശേഷം യോഗ്യമായിട്ട് നിന്നെ നടക്കാൻ പഠിപ്പിക്കും. 5, സുവിശേഷം നിന്നെ ഉയർത്തും. 6, സുവിശേഷത്തിന്റെ വിശേഷത ഇത് മഹത്വമുള്ള സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം ലേഖനം 1:11 വായിച്ചേ. തിമോത്തിയോസിന്റെ വായിച്ചേ. 1-ാം ലേഖനം 1:11 വായിച്ചേ. ഈ പരിജ്ഞാനം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന്. മഹത്വമുള്ള സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ 6-ാമത്തെ വിശേഷത ഇത് മഹത്വമുള്ള സുവിശേഷമാ. എന്താ ഈ സുവിശേഷം? അവൻ അംഗീകരിച്ചാൽ, വിശ്വസിച്ചാൽ, അനുസരിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിനും ലോകം തരുന്ന മഹത്വവും മാനവുമല്ല, ദൈവിക മഹത്വം ഉണ്ടാകും. ഞാൻ മുമ്പോട്ട് ഓടിച്ചങ്ങ് നിർത്തുകയാ, കൃത്യസമയത്ത് നിർത്താം. സുവിശേഷത്തിന്റെ 7-ാമത്തെ വിശേഷത. എന്താ സുവിശേഷത്തിന്റെ 7-ാമത്തെ വിശേഷത? അത് വളരെ പ്രത്യേകതയുള്ളതാ. ഈ സുവിശേഷം പ്രത്യാശ തരുന്നതാ. സുവിശേഷം നമുക്ക് പ്രത്യാശ തരുന്ന മാർഗമാ. വായിച്ച് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. സുവിശേഷത്തിന്റെ 7-ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാ. വായിക്കേ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി, സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം, സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാ. എന്താ നമ്മുടെ പ്രത്യാശ? അയ്യോ, സുവിശേഷത്തിനെ ഉള്ളു പ്രത്യാശ. എന്തുവാ നമ്മുടെ പ്രത്യാശ? അത് ഒത്തിരി പറയാനുണ്ട്. 2 കാര്യം പറഞ്ഞങ്ങ് നിർത്ത, ആ ഭാഗം വിട. എന്താ സുവിശേഷത്തിന്റെ പ്രത്യാശ? എന്റെ ഭാഷയെ പറയുക കേട്ടോ, എന്റെ ഭാഷയില. സുവിശേഷത്തിന്റെ 1-ാമത്തെ പ്രത്യാശ നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഹല്ലേലൂയ. ഉറപ്പ് അവിടുന്ന് പറഞ്ഞേച്ചാ പോയിരിക്കുന്നത്. എന്തോ പറഞ്ഞു? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. തീർന്നില്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുക. ദൈവത്തിന് മഹത്വം. ഇതൊക്കെയാ പ്രത്യാശ. പോവുക എന്ന് പറഞ്ഞേച്ചാ പോയത്. എൻ്റെ ഭാഷയിലായി പറയാൻ കേട്ടോ. ചിലപ്പോൾ അപാകതയൊക്കെ വരും, നിങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളുക. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നായകൻ പോവുകയെന്ന് പറഞ്ഞേച്ച് ഒരു പോക്ക് പോയതല്ല. അങ്ങനെയൊക്കെ പോയ ആൾക്കാരുണ്ട്, ഒരു പോക്ക് പോയവരുണ്ട്. എവിടാന്ന് പോലും അറിയത്തില്ല, എങ്ങോട്ടാ പോയെന്നും അറിയത്തില്ല. പക്ഷെ നമ്മുടെ നായകൻ അങ്ങനല്ല, പറഞ്ഞേച്ച് പോയത് ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുക. പിന്നെ ഒരുക്കിയ ഞാൻ അവിടെ ഇരിക്കുകയല്ല, തിരിച്ചു വരും. ഇതാ നമ്മുടെ പ്രത്യാശ. തിരിച്ചു വരും.
തീർന്നില്ല. തിരിച്ചു വന്നേച്ച് എല്ലാവരും കണ്ടേച്ച് ഹായ്, അങ്ങനെ പിന്നെയും പോവുമല്ല. ഇപ്പം അങ്ങനല്ലേ പറയുന്ന ഹായ്. തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്ത് കൊള്ളുവന്ന്. എൻ്റെ ഭാഷ പറഞ്ഞാൽ പോവുക, പോയേച്ചു വരും, വന്ന് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുചെന്ന് വെച്ചാൽ ഏതിലേലും പൊക്കോന്നല്ല, എൻ്റെ കൂടിരുത്തും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ പിതാവിൻ കൃപ ഇൻപമേഴും പല, എൻ പിതാവിൻ കൃപ ഇൻപമേഴും പല, സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാലിനി, സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ ഇനി ചിത്തം കലങ്ങിടൊല്ല. പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല. പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല. പോയി വരും ഞാൻ. ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന്റെ വിശേഷത, ഇത് പ്രത്യാശ തരുന്ന മാർഗമാ. എന്താ നമ്മുടെ പ്രത്യാശ? യേശു തിരിച്ചു വരും. എന്താ തെളിവ്? ഒന്ന്, കർത്താവ് നേരിട്ട് പറഞ്ഞു പോയേച്ചു വരുമെന്ന്. രണ്ട്, ദൂതന്മാര് വന്ന് പറഞ്ഞല്ലോ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി കണ്ടതുപോലെ അവിടുന്ന് തിരിച്ചു വരും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം പ്രത്യാശയുടെ മാർഗമാണ്. മാത്രമാണോ സുവിശേഷത്തിന്റെ പ്രത്യാശ? എന്താ? ഒന്നുകൂടെ കയറ്റി പറയാ. നമ്മുടെ മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ കൂട്ടുവിശ്വാസിയൊക്കെ കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ ആയിരക്കണക്കിനുണ്ട്. അവന് സഭയുടെ ആരംഭം മുതൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ അവൻ മൺമറഞ്ഞിരിക്കുക. ഒരു ദിവസം നമ്മൾ അവരെ കാണും. അതാ നമ്മുടെ പ്രത്യാശ. ഒരു ദിവസം കാണുമെന്ന്. കാണുന്നത് എങ്ങനെ? പൂച്ചയായിട്ടും പട്ടിയായിട്ടും കോഴിയായിട്ടും കൊക്കായിട്ടൊന്നുമല്ല. പട്ടി ഓടിപ്പോകുമ്പോൾ അച്ചായനാണെന്നും കയറി പറയരുത്. അച്ചായനാന്നാ തോന്നുന്നത്, അച്ചായനാണോ 4 കാല്. അടുക്കളയിലോട്ട് ഇറങ്ങിയപ്പോൾ കാക്കയായിരിക്കും. എടി വാടി, അമ്മയാന്നാ തോന്നുന്നത്. 5 കൊല്ലം മുമ്പ് മരിച്ച അമ്മ കാക്കയായിട്ട് വന്ന് ചുണ്ട് കണ്ടിട്ട് അടുക്കളയിലോട്ട് തന്നെ അടി അമ്മ നോക്കാം. അത് നോക്കാൻ ചിലപ്പം മിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കോഴിയായിട്ടും കൊക്കായിട്ടും ഒന്നുമല്ല കാണുന്നത്. പിന്നെയോ പുത്തൻ ശരീരത്തോടെ കാണും. അതാണ് നമ്മുടെ പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കും. ഇത് ബലഹീനമാ, അവൻ ക്ഷീണമുള്ളതാ. എന്നാൽ കിട്ടാൻ പോകുന്ന ശരീരം ഒരു പുത്തൻ ശരീരമാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. മരണമേ, നിന്റെ ജയം എവിടെ? മരണമേ, നിന്റെ വിഷമുള്ളവരുടെ മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇതാ നമ്മുടെ പ്രത്യാശ. ആമേൻ. നമ്മെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരെ ഒരു ദിവസം കാണും. മാത്രമാണോ, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ ഈ ശരീരം മാറി നമുക്കൊരു പുത്തൻ ശരീരം കിട്ടും. ഈ പ്രത്യാശ സുവിശേഷത്തിനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. മാത്രമാണോ, കോടി കോടി യുഗം നാം കർത്താവിന്റെ കൂടെ വാഴും. ദൈവത്തിന്റെ മഹത്വം. ഇതാ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗമുണ്ട്, ഭാഗ്യകരമായ പ്രത്യാശ. ദൈവത്തിന്റെ മഹത്വം. തീത്തോസ് 2:11 വായിക്കുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. പിന്നെ ഒരു കാര്യം, ആ പ്രത്യാശയുടെ അനുഭവം പ്രാപിച്ച് അങ്ങ് ചെല്ലണമെങ്കിൽ ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കണം.
ഈ ലോകത്തിന്റെ ആഡംബരത്തോടും നാടിമോടിയോടൊക്കെ വർധനവ് പാലിക്കണം. അംഗം പോരുന്നവൻ സകലത്തിലും ശകലമല്ല. മലയാള ഭാഷ ഇപ്പം വശമില്ലാത്ത കൊണ്ട് സായ എന്നുള്ളിടത്ത് മിക്കതും ഷായ ആക്കി വെച്ചിരിക്കുക. അങ്ങനെ വെച്ചത് കൊണ്ട് ഇപ്പം അങ്ങനെ ആ പോക്ക്. ശകലത്തിലല്ല, സകലത്തിലും എല്ലാത്തിലും വേർപാട് പാലിക്കണം. ഇനി ഞാൻ പെന്തിക്കോസുകാരോട് ഒന്ന് രണ്ട് കാര്യം പറയുക കേട്ടോ. പെന്തിക്കോസുകാരോടാ, മറ്റുള്ളവർ ക്ഷമിക്കണേ, നിങ്ങളോടല്ല, പെന്തിക്കോസുകാരോട് നീ നന്നായിട്ട് വേർപാട് പാലിക്കണം. ഇനി ഇത് കട്ട് ചെയ്തിടുന്നവർ ശ്രദ്ധിച്ചോണം. പെന്തിക്കോസുകാരോടായി പറയുന്നത്, നന്നായിട്ട് വേർപാട് പാലിക്കണം. നമ്മൾ ഈ എല്ലാം വിട്ടു എന്നും പറഞ്ഞ് വന്ന് കുത്തിയിരിക്കുക. എല്ലാം ഒന്നും വിട്ടില്ല. എന്നാണ് ഞാൻ പറഞ്ഞത്, ഒത്തിരി കാര്യം വിടാനുണ്ട്. വിട്ടെന്ന് പറഞ്ഞാൽ ഈ പമ്മി ഇരിക്കുന്നേ ഇപ്പോഴും ഉണ്ട്. ഒത്തിരി കാര്യം നമ്മൾ വിടേണ്ടതുണ്ട്. ഇപ്പോഴും ചില പെന്തിക്കോസുകാർ വീട് വെക്കുമ്പോൾ കള്ളിപ്പാല കെട്ടി തൂക്കിയിടും. കള്ളിപ്പാല അതിനാ കണ്ണൻ ദോഷം. ഒരു ദോഷവും നിനക്ക് വരികയില്ല. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി. പിന്നെന്തിനാടാ കള്ളിപ്പാല? ദൈവത്തിൻ്റെ ദൃഷ്ടി. അന്നേരം അടുത്ത പുള്ളി പറഞ്ഞു, എന്തേലും ഒന്ന് കുഴിച്ചിട്ടേക്കാൻ. അതിനാ വരത്തുപോക്കുണ്ടെന്ന്. അതിനാ ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവനെ കല്ല് വെച്ചതിൻ്റെ കൂടെ വെള്ളിരുവായും കൂടെ എന്നാ അത് പുള്ളി പറഞ്ഞെന്ന്. പുസ്തകത്തിലെ വാക്യം എന്നാന്നറിയാവോ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. ഇതൊക്കെ അങ്ങ് വിടണേ. പെന്തിക്കോസുകാരോടാ. ഇപ്പോഴും ഉണ്ട് ചില ആൾക്കാർ കാക്ക ഇന്ന് ആരാണ്ട് വിരുന്നുകാരുണ്ടെന്നാ. ഇത് പ്രാർത്ഥിക്കത്തൊന്നുമില്ലെന്ന്. ഒത്തിരി വിടാനുണ്ട്. ഒത്തിരി ആചാരങ്ങളും മാമൂലും ഇപ്പോഴും ഉണ്ടല്ലോ. പുതിയ വീട് വെക്കുമ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ചിലർ പാല് കാച്ചുന്നവർ ഉണ്ട്. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. ഉണ്ട്. ചില പറയത്തില്ലേ, ഒരു നല്ല കാര്യത്തിന് പോയി അന്നേരം നശിച്ച പൂച്ച എടുത്ത് അങ്ങനെ ഉണ്ടാ. ചില പറയത്തില്ലേ, ബാബുക്കുട്ടി 1-ാം തീയതി രാവിലെ വീട്ടിലോട്ടൊന്ന് വരണം. അതിനാ കഴിഞ്ഞ മാസം ബാബുക്കുട്ടിയെ കണ്ടേച്ച് പോയത് കൊണ്ട് വളരെ ബാബുക്കുട്ടീനെയാണോ കാണേണ്ടത്? ഞാൻ എൻ്റെ കണ്ണ് ബാബുക്കുട്ടീനെ മേലോട്ട് ഉയർത്തുന്നതാണോ? അയ്യോ, ഇപ്പോഴും ഇതൊക്കെ വിടുന്ന ആൾക്കാരുണ്ട്. 2 സഹോദരിമാർ തമ്മിൽ വർത്താനം പറയുമ്പോൾ കേട്ടിട്ടില്ലേ, എൻ്റെ സൂസമ്മയെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. കണ്ടോ പല്ലി അലച്ചത് കണ്ടോ? സത്യമാ. എന്തിനാ നീ പറയുമ്പം വേറെ സാക്ഷി? സത്യം അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഉണ്ട്, ഒത്തിരി ഉണ്ട്. ചെല്ലി പറയത്തില്ലേ, അമ്മായിയമ്മയും മരുമകളുടെ മോളി നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കടുക് തൂവരുതെന്ന്. എന്നാ കടുക് തൂവരുതെന്ന്? ദോഷമെന്നല്ല, അടിയുണ്ടാക്കുമെന്ന്. വഴക്കേ ഈ സഭയ്ക്കകത്തെല്ലാം കടുക് തൂവിയാന്നോ വഴക്ക്? യാക്കോബായി ഓർത്തഡോക്സും കൂടെ വഴക്ക് വഴി കൂടെ കിടന്ന അവിടെ കടുക് തൂവിയ. അല്ല, പെന്തിക്കോസിന് ചിലടത്ത് വഴക്കും പുക്കാറുമുണ്ട്. കടുക് തൂവിയതാന്നോ? ഓ, എല്ലാം പോയി. ആവശ്യമില്ലാത്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യം, മാമൂല്, അതാ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. പെന്തിക്കോസുകാരോടാ പറയുന്നത്. പെന്തിക്കോസുകാരോടാ കേട്ടോ, മറ്റുള്ളവരോടല്ല. മുമ്പേ വരെ പറഞ്ഞത് എല്ലാവർക്കും കൂടെ വേണ്ടിയാ. ഇനി കോസുകാരോടാ. നീ 28 കെട്ടിനൊന്നും പോകരുത്, മാമോദിജയ്ക്ക് പോകരുത്, ആണ്ടിയാത്തത്തിന് പോകരുത്, അടിയന്തരത്തിന് പോകരുത്, 40-നും ഓരാണ്ടിനും നെയ്യപ്പോ ഉണ്ണിയപ്പം ചൂടും കൂടാനും ചുടാനും അത് കൊണ്ടുവരാനും പോകരുതെന്ന്. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്തോണം. മരിച്ചു കഴിഞ്ഞ് മാന്യമായിട്ട് അടക്കിക്കോ. പക്ഷേ അതിന് ശേഷമുള്ള ഒരു ചടങ്ങും പാടില്ല. കാരണം പുസ്തകം പഠിപ്പിക്കുന്നത് ആത്മാവ് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. പിന്നെ എന്ത് ചെയ്താലും ഏക്കത്തില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചടങ്ങൊന്നും ദൈവമക്കൾക്ക് പാടില്ല. മനസ്സിലായോ? വേർപാട് പാലിക്കണം. അങ്ങനെ വേർപാട് പാലിച്ച് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ച് വർജനം കാത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. എന്തിന്? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യോ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 36-ഉം 37-ഉം വാക്യോ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടും, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യോ, വെളിപ്പാട് 19-ന്റെ 11 എല്ലാം വായിക്കേണ്ടതാ. ഇപ്പൊ എല്ലാം വായിക്കേണ്ട. വായിക്ക് എബ്രായർ 9:28. പെട്ടെന്ന് വായിച്ചോ.
ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് യേശു വീണ്ടും വരും, വീണ്ടും വരും. അവൻ മനുഷ്യപുത്രൻ വരുമെന്ന് വീണ്ടും വരും. 10:37 വായിച്ചോ. 10:37 നിർത്തുക. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്നെ പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അടുത്തത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. അതിന് മേളിലുണ്ട്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്. അത് കണ്ടില്ലയോ? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്. എത്രാം വാക്യമാ? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവരെന്നല്ല, വരുവാനുള്ളവൻ ഏകവചനമാ. അതന്നെ, ഒരുവനേ വരാനുള്ളൂ. അതാരാ? നസറേയനാകുന്ന യേശു ക്രിസ്തു. അതാ നമ്മുടെ പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? അതോടെ വായിച്ചങ്ങ് നിർത്താം. തെസ്സലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് എല്ലാവർക്കും പരിചിതമായ വാക്യമാ. എങ്കിലും വായിച്ചോ. 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരായി യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ പ്രത്യക്ഷത വരെ ശേഷിക്കുന്നവരായ എന്ന് കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. 16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും അതെല്ലാവർക്കും അറിയാവുന്ന അവിടെ ഇരുന്ന് പറയുന്നു. മേളത്തതാ എല്ലാവർക്കും തിട്ടമില്ലാത്ത. 16 എല്ലാവർക്കും അറിയാവുന്നതാ. പിന്നെ അപ്പൊ ഈ 13-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ പഠിച്ചാൽ പ്രധാനമായിട്ട് 4 കാര്യം. അതാ നമ്മുടെ പ്രത്യാശ. എന്താ ഈ പ്രത്യാശ? ഒന്ന്, ഒരു മടങ്ങി വരവ്. ആര് മടങ്ങി വരും? യേശു മടങ്ങി വരും. ഇതാ നമ്മുടെ പ്രത്യാശ. സുവിശേഷം പ്രത്യാശ തരുന്നതാ. നമ്മുടെ നേതാവ് തിരിച്ചു വരും. നമ്മുടെ നേതാവ് മടങ്ങി വരും. അവൻ നമ്മെ വീണ്ടെടുത്തവൻ വീണ്ടും തിരിച്ചു വരും. അതാ, 1 മടങ്ങി വരവ്, 2 ഒരു ഉയർപ്പ്, 3 ഒരു രൂപാന്തരം, 4 ഒരു സമാഗമം. ദൈവത്തിന് മഹത്വം. ഈ കണ്ണികയ്ക്കകത്ത് 4 കാര്യമാ. ഇതാ നമ്മുടെ പ്രത്യാശ. എന്താ പ്രത്യാശ? യേശു വീണ്ടും വരും. എല്ലാവരെയും ചേർക്കാനല്ല, യാക്കോബക്കാരെ കൊണ്ടുപോകാനല്ല, മാർത്തോമാക്കാരെ കൊണ്ടുപോകാനല്ല, കത്തോലിക്കരെ കൊണ്ടുപോകാനല്ല, കൽദായ സുറിയാനിയെ കൊണ്ടുപോകാനല്ല, കനാനായ യാക്കോബ, കനാനായ കത്തോലിക്കര്, പിന്നെ ലത്തീൻ കത്തോലിക്കര്, പിന്നെ കനാനായ കത്തോലിക്കര്, പിന്നെ റീത്തുകാര്, ഇവരെ ആരെയും കൊണ്ടുപോകാനല്ല. ബ്രദറുകാരെ എല്ലാം കൂടെ കൊണ്ടുപോകാനല്ല. CMS, CSI, ആംഗ്ലിക്കൻ, സാൽവേഷൻ ആർമി, ഇവാഞ്ചലിക്കൽ, മാർത്തോമ, ഇവരെ ആരെയും കൊണ്ടുപോകാനല്ല. അപ്പൊ ചോദിക്കും ബന്ധിക്കോസുകാരെയല്ല, ബന്ധിക്കോസുകാരെ കൊണ്ടുപോകാനല്ല. അപ്പൊ ചോദിക്കും GPM-കാരെ എല്ലാം കൂടെ അവരെയും കൊണ്ടുപോകാനല്ല. യേശു വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാ. ഈ കാണുന്ന ഒറ്റ ബോർഡ്, എല്ലാ ബോർഡും ബോർഡുകാരെ കൊണ്ടുപോകാനല്ല, ഈ കെട്ടിടത്തിൽ പാർക്കുന്നവരെ കൊണ്ടുപോകാനല്ല, ഇന്നത്തെ ഒരു സംഘടനയും കൊണ്ടുപോകാനല്ല. പിന്നെ എന്തിനാ യേശു വീണ്ടും വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. പോകണമെങ്കിൽ എന്തോ ചെയ്യണം? ഓടിച്ചങ്ങ് നിർത്തുക. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. തീർന്നില്ല. വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. നിമജ്ജനം, മുഴുകൽ. തീർന്നില്ല. അഭിഷേകം പ്രാപിച്ചിരിക്കണം. തമ്പാറിട്ട് അടിക്കുമ്പം ഞെട്ടുന്നതല്ല, അന്യഭാഷാ ഭാഷണത്തിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതുവരെ അത് അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇത് ബന്ധിക്കോസുകാർ കൊടുക്കുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രി ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ കൊണ്ട് അത് കുലുങ്ങി പോകത്തില്ല. ഇന്ന് രാത്രി ആത്മസ്നാനം പ്രാപിക്കണം. തീർന്നില്ല. വേർപാട് പാലിക്കണം. അതാ മുമ്പേ ഓർപ്പിച്ചല്ലോ, എല്ലാം വിവരിക്കുന്നില്ല. വേർപാട്. നമ്മുടെ യോഗം തീരുകയല്ലേ, അപ്പൊ ഇത് പറയാറൊക്കത്തില്ല. ഇതല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് മഹത്വം. വേർപാട് പാലിക്കണം. തീർന്നില്ല. തിരുമേശ എടുക്കണം. തിരുമേശ
ആഴ്ചയിൽ മാസത്തിലൊന്നൊന്നുമല്ല. ഈ വേദപുസ്തകം പഠിച്ചാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടുന്നത് പ്രധാനമായിട്ട് 3 കാര്യത്തിനാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടേണ്ടത് പ്രധാനമായിട്ട് 3 കാര്യം. 1, ദൈവത്തെ ആരാധിക്കാൻ. അതാ വെളിപ്പാട് പുസ്തകം 1:9 കർത്ത ദിവസത്തിൽ ഞാൻ വിവശനായി ശരിയായി പഠിച്ചാൽ ആത്മാവിലായെന്ന. അപ്പൊ അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാ. അപ്പൊ എന്തിനാ? ആത്മാവിലാകാൻ. ഇത് ഞായറാഴ്ച വന്നൊരു കസേര കയറി ഇരിക്കുക, ഈ കുളക്കരയെ മുണ്ടി ഇരിക്കും പോലെ. എന്തിനാ ഇങ്ങനെ വരുന്നേ? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടി വരുന്ന ദൈവത്തെ ആരാധിക്കാനാ. ഇപ്പൊ അങ്ങനൊന്നും പറയാൻ സഭയ്ക്കകത്തൊന്നും പറയാനൊക്കത്തില്ല. മിക്ക വിദ്വാന്മാരും വരുന്ന മൊബൈലിൽ കളിക്കാനാ. ആരാധന നടക്കുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ഇതിനകത്ത് മാന്തുക, ദൈവം നിന്നെ മാന്തും. ഒരു തർക്കവുമില്ല. എടാ 2.5-3 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെച്ചേച്ച് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ മേലെ. എനിക്ക് ഇവരോട് സന്തോഷം തോന്നി. വേണ്ടേ, ഒരു കുഞ്ഞുങ്ങൾ പോലും മൊബൈലിൽ കളിക്കുന്നില്ല. ചിലയിടത്തൊക്കെ വലിയ കൺവെൻഷൻ എന്നാൽ പാസ്റ്റർമാർ തന്നെ ഇരുന്ന് മൊബൈലിൽ തോണ്ടുകയും മാത്തുകയും. പാട്ടുകാരും ചിലരെ, നിങ്ങളുടെ കാര്യമല്ല, അതിനകത്തിരുന്ന് ചാറ്റ് ചെയ്യുകയും. പിന്നെ ഞാൻ ഒരുത്തരോട് ചെന്ത് പാടാ, പാട്ട് നോക്കുക. അറിയാൻ മേലത്തെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൻ അവിടെ ഇരുന്നല്ല, പാട്ടൊന്നും നോക്കുക അല്ലെന്ന് മിക്കതും. ചിലർ നോക്കുമായിരിക്കും, ഞാൻ എതിർക്കുന്നില്ല. ഇത് ശുശ്രൂഷ നടക്കുമ്പോൾ ഇതിനകത്ത് അങ്ങ് പണിയാ. 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇത് മാറ്റി. ഞാനൊരു പ്രാഗൽഭ്യത്തോടെ ഒരു കാര്യം പറയാം. എൻ്റെ ആ മൊബൈലിൽ ഞാൻ തരാം, തിരിച്ചു തരാം, പേടിക്കുമൊന്നും വേണ്ട. പുള്ളി ഓടത്തിന് ഇളക്കം കയറി അതുകൊണ്ട് പോകാനാണ്. തിരിച്ചു തരും. സഭായത്തിന് കയറിയാൽ ഇത് തൊടുകയല്ല. ആശീർവാദം കഴിഞ്ഞ് ഒരു സമയത്താണ് നോക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ എടുക്കുകയല്ല. നല്ല പ്രാഗൽഭ്യത്തോടാ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ്, അതാണല്ലോ വലിയ പുള്ളി എന്ന് പറയുന്നത്. എന്നെ വിളിക്കാനെ പറയും, സഭായം കഴിഞ്ഞേച്ച് വിളിക്കാൻ പറയും. ക്ലിന്റൺ ആണെങ്കിലും കൊള്ളാം, ട്രംപ് ആണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം. സഭായോഗം കഴിഞ്ഞേച്ച് അതിനാ സഭായോഗത്തിന് അപ്രാധാന്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കൂടുന്നത് ദൈവത്തെ ആരാധിക്കാനാ. 2, അതുകൊണ്ട് ആരായാലും സഭായോഗത്തിന് മൊബൈലിൽ കളിക്കോ മൊബൈലിൽ പണിയോ ചെയ്താൽ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോണം. ഇപ്പൊ സഭാകളിലെല്ലാം എഴുതി വെക്കുക, സ്വിച്ച് ഓഫ്. എന്തിനാടാ? ഇതൊന്നും എഴുതി വെക്കേണ്ട കാര്യമൊന്നുമല്ല. എഴുതി വെക്കണോ? എന്നതിനാ? പോലീസ് സ്റ്റേഷനിൽ IG-യുടെ മുമ്പ് ചെന്നിക്കുക, അവിടെ എഴുതി വെക്കാം, തെറി പറയരുത്. പറയുമോ? IG-യുടെ ഓഫീസിൽ എവിടെയാലും എഴുതി വെച്ചിട്ടുണ്ടോ തെറി പറയരുത്? എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അയന്ന അവിടെ ചെല്ലുന്നവൻ അറിയാം ഇതാരാന്ന്. IG-യാ. നീ നിന്റെ നാട്ടിൽ മുണ്ടുവൊക്കെ പൊക്കി കുത്തി ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞു, നീ അവിടെ ചെന്നെന്ന് പറഞ്ഞേ. ഒന്നും അറിയാമല്ലോ. ഇത് സഭാകളിലൊന്നും എഴുതി വെക്കണ്ടെന്ന്, സ്വിച്ച് ഓഫ് ചെയ്യാൻ. എടാ, സഭാഗോളിന്റെ ഗേറ്റ് കയറുമ്പോഴേ അറിയാം ഇത് ഇങ്ങനെ ഇത് കളിക്കാനല്ല ഇതിനകത്ത് വരുന്നത്. എന്നെ എല്ലാരും വള്ളം പൊങ്ങിയതുപോലെ ഇരിക്കുന്നത്. എന്തിനാ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വരുന്നത്? 1, ദൈവത്തെ ആരാധിക്കാൻ. 2, എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആ വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നെന്നാ. അപ്പം നുറുക്കണം. TG ഉമ്മച്ചൻ അവർകൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകൻ ജോർജ് ഉമ്മച്ചന്റെ ഭാര്യയാണല്ലോ CC പാസ്റ്ററുടെ പെങ്ങള്. അങ്ങനല്ലയോ ബന്ധം? അതെ. അപ്പം ബഹുമാനപ്പെട്ട് മൺമറഞ്ഞ TG ഉമ്മച്ചൻ അവർകൾ ഒരു ദിവസം സ്ഥലമൊന്നും പറയുന്നില്ല, ഒരു സഭയെ ചെന്നു. നേരത്തെ ചെന്ന പുള്ളി ഇങ്ങനെ ഇരിക്കുക. സഭായകം തുടങ്ങാൻ 1/2 മണിക്കൂറൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ നോക്കിയിട്ട് 9:50 തിരുമേശ ഒരുക്കി വെക്കുന്നില്ല. അപ്പോൾ ശുശ്രൂഷകനെ വിളിച്ചു, പേര് ചോദിച്ചു പറഞ്ഞു, ഇന്ന് തിരുമേശ ഇല്ലയോ? ഉടനെ പറഞ്ഞു, അപ്പച്ചാ എല്ലാ ആഴ്ചയിലും ഇല്ല അപ്പച്ചാ. ഉടനെ TG ഉമ്മച്ചൻ അവർ ബാഗ് എടുത്ത് വെച്ച് പറഞ്ഞു,
ഞാൻ ആരാധനയുള്ളിടത്തോട്ട് പോവുക. ഇവിടെ ആരാധനയൊന്നും അല്ലല്ലോ നടക്കുന്നേ. ഇവിടെ നിങ്ങൾ ഞായറാഴ്ച എല്ലാവരോടും ഇരുന്ന് കൂടുന്നെന്നല്ലേ ഉള്ളൂ. ഞാൻ ആരാധനയുള്ളിടത്തോട്ട് പോവുകയെന്ന് മനസ്സിലായി കാണും. കുറഞ്ഞ പക്ഷം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെങ്കിലും അപ്പം നുറുക്കണം. അതെന്നാ? അവിടുത്തെ മരണത്തെയും അവിടുത്തെ പങ്കപ്പാടിനെയും വ്യതയെയും നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെയും ഒക്കെ ഓർപ്പിക്കുന്ന മകനീയ ശുശ്രൂഷയാ തിരുമേശ. അത് ചെയ്തേ നോക്കൂ. ഇത് മിക്കയിടത്തും ഞായറാഴ്ച ഉമ്മ കിടന്ന് ആട്ടം തന്നെ ആട്ടം, പാട്ട് തന്നെ പാട്ട്, പാടി ഊപ്പ കിടന്ന് ആട് പ്രൈസ് ആൻഡ് വർഷിപ്പ് എല്ലാം തുള്ളിക്കളിച്ച് കുറേ എണ്ണം പോയി കുറേ എണ്ണം നിന്ന് ആട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ 1 ആത്മാവിലാകണം, 2 തിരുമേശ നടത്തണം, 3 ആഴ്ചവട്ടത്തിൽ എന്തിനാ കൂടി വരുന്നത്? അത് വായിച്ചോ. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും അങ്ങ് ജിജോ വായിരേ. എല്ലാവർക്കും ഇഷ്ടമല്ല, വായിരേ. കൊരിന്ത്യലേഖനം 16:1, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16:1 വായിച്ചോ. 2-ാം ലേഖനം 13 അധ്യായം ഉള്ളൂ. അതുകൊണ്ട് 1-ന്റെ 16-ന്റെ 1 വായിരേ. ഇല്ലേ? ജിജോയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ അതാ വായിക്കാതിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. വായിച്ചോ വായിക്കേ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും അങ്ങോട്ട് നോക്കി വായിര. എന്റെ മുഖത്താന്ന് എഴുതിയേക്കുന്നത്. 1-ാം നാൾ തോറും ഒന്നുകൂടെ വായിച്ചേ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. പ്രധാനമായിട്ട് ആഴ്ചവട്ടം ഇത് 3 കാര്യം നടക്കണം. ആത്മാവിലാകണം, സ്തോത്രം, അപ്പം നുറുക്കണം, ചരതിച്ച് വെച്ചത് കൊണ്ടുവരണം. അതൊരു യാഗമാണ്. ഇത് വേർപാടിൻ്റെ ആരാധനയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, തിരുമേശ എടുക്കണം. തിരുമേശ എടുത്ത് വിശുദ്ധ ജീവിതം നയിക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ മടങ്ങി വരവ്. 1 മടങ്ങി വരവ്, മുമ്പേ ഓർപ്പിച്ചാൽ 2 ഉയർപ്പ്, മൺമറഞ്ഞ വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. 3 രൂപാന്തരം, കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കോടി കോടി വിശുദ്ധന്മാർ ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പാടുക. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആ കർത്താവിനോട് കൂടെ ഒന്നിച്ച് വാഴും. അത് യുഗായുഗം വാഴുമെന്ന് ഇതാ നമ്മുടെ പ്രത്യാശ. ഇന്ന് രാത്രി ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശു വീണ്ടും വരും. യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും വരും. ഇന്ന് രാത്രി ഈ പ്രത്യാശയോടെ വേണം തിരിച്ചു പോകാൻ. ഞാൻ എടുത്ത വാക്യത്തിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചത് 4 കാര്യമാണ്. അത് പറയാൻ ഇന്ന് സമയമില്ല. ഇത് മതി. ഇതല്ലയോ ഏറ്റവും ശ്രേഷ്ഠം? സുവിശേഷം. എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. ദൈവത്തിന് മഹത്വം. ഇത് എങ്ങനെ പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. അങ്ങനെ പറയുമ്പോൾ എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോട് ഇത് കൈക്കൊള്ളണം. എന്താ സുവിശേഷത്തിൻ്റെ വിശേഷത? അതാ 7 കാര്യം പറഞ്ഞത്. 7 അല്ല, 70 അല്ല, 7 കാര്യമേ പറഞ്ഞോളൂ. ഇത് നമ്മളെ രക്ഷിക്കുന്ന മാർഗമാ. 2 ഇത് സമാധാനം തരുന്ന മാർഗമാ. 3 ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിച്ച മാർഗമാ. 4 ഇത് മാനുഷികമല്ല. 5 ഇത് നിന്നെ ഉയർത്തുന്ന മാർഗമാ. 6 ഇത് മഹത്വമുള്ളതാ സുവിശേഷം. 7 സുവിശേഷം പ്രത്യാശ തരുന്നതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രത്യാശയോടെ തിരിച്ചു പോകണം. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം.
മറ്റൊരുത്തലും രക്ഷയില്ല. ഇന്ന് രാത്രി ഈ രക്ഷ കരസ്ഥമാക്കി പോകണം. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ഈ സുവിശേഷത്തിന്റെ ശക്തി എന്താണെന്നറിയാമോ? അന്ധകാരത്തിന്റെ കോട്ടകളെ വെട്ടിമാറ്റുന്ന സുവിശേഷത്തിന്റെ ശക്തി. ആഭിചാരങ്ങളും മന്ത്രവാദവും ശുദ്രവുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ ഒന്ന് ഇറക്കി വിട്ട് സകല കെട്ടും പൊട്ടും അവൻ അത് മന്ത്രവാദിയുടെ പുറകെ പോകണ്ട, ആഭിചാരകന്റെ പുറകെ പോകണ്ട. സാത്താന്യ ബന്ധനങ്ങളും പോരികളുമുള്ള സ്ഥലത്ത് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ചെന്നാൽ സകല കെട്ടും പൊട്ടും അവൻ പിശാചിന്റെ ബാധ വിട്ടുമാറും. രോഗപീഠകളെ അവൻ ഉരുക്കി മാറ്റുന്നതാണ് സുവിശേഷം. ആ സുവിശേഷം യേശുക്രിസ്തുവാ. കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന മാർഗ്ഗം, ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന മാർഗ്ഗം, മുടന്തരെ നടത്തുന്ന മാർഗ്ഗം, ഊമരെ സംസാരിപ്പിക്കുന്ന മാർഗ്ഗം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന മാർഗ്ഗം. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രിയുടെ വെളിപ്പെടട്ടെ. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്, അല്പസമയം ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് രാത്രി ആഭിചാരത്തിന്റെ ശക്തികളെ നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ദൂഷ്ട ശക്തികളെ ഇന്ന് രാത്രി ദൈവം അടിക്കുന്ന രാത്രിയാ. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആരും മൗനമായിരിക്കരുത്. നമ്മുടെ മഹായോഗം ഇന്ന് രാത്രി തീരുകയാ. നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ തലമുറയെ കാർന്നു നിന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കുന്ന രാത്രിയാ. രോഗപീഠകൾ വലകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഈ സുവിശേഷം നിന്നെ സൗഖ്യമാക്കും. അവിടുത്തെ അടിപ്പണരാൽ നിനക്ക് സൗഖ്യമാ. ഇന്ന് രാത്രി ക്യാൻസറിന്റെ അണുക്കൾ ഉരുകി മാറട്ടെ. ബ്രെയിൻ ട്യൂമർ ഇന്ന് രാത്രി മാറട്ടെ. സ്ട്രോക്ക് വന്ന് അസ്വസ്ഥതപ്പെട്ട ശരീരഭാഗം ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. ഷുഗർ നോർമലായി വരട്ടെ. നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, ധമനിക്കകത്ത്, സിരക്കകത്ത് മറഞ്ഞിരിക്കുന്ന രോഗപീഠകൾ ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന്റെ ശക്തിയാ ദൈവം അടിക്കുന്ന രാത്രിയാ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. ഈ രാത്രി വിജയത്തിന്റെ രാത്രിയാ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഇന്ന് രാത്രി അത്ഭുതം ചെയ്യും. നീ ഇവിടെ ഇരുന്ന് സ്തോത്രം പറയുമ്പോൾ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം അവനവന്റെ വചനം വഹിച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴിയിൽ നിന്ന് അവരവരെ കയറ്റി. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അന്ധകാരത്തിന്റെ കോട്ടകൾ ഇന്ന് രാത്രി അടിക്കട്ടെ. ദുഷ്ട വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അടിക്കട്ടെ. നിനക്കെതിരെ, കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല ശക്തികൾ ഇന്ന് രാത്രി അടിയട്ടെന്ന്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദിയുണ്ടതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ കൊണ്ട് അത് കുലുങ്ങി പോകത്തില്ല. ഇന്ന് രാത്രി വിടുതൽ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പണരാ നിനക്ക് സൗഖ്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, വേദനകളെ ചുമന്നു. ഇന്ന് രാത്രി ദൈവിക രോഗശാന്തി വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി സൗഖ്യം നടക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആരും മൗനമായിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി യേശു നിന്നെ വിടുവിക്കും. യേശു നിന്നെ സൗഖ്യമാക്കും. യേശു നിന്നെ വിടുവിക്കും. യേശുവിന്റെ നാമത്തിൽ രക്ഷിക്കുന്ന സുവിശേഷം, സമാധാനം തരുന്ന സുവിശേഷം, നിന്നെ ഉയർത്തുന്ന സുവിശേഷം, ദൈവത്താൽ അയക്കപ്പെട്ട സുവിശേഷം, ആമേൻ, യോഗ്യമായി നടത്താൻ പഠിപ്പിക്കുന്ന സുവിശേഷം, ആമേൻ, മഹത്വമുള്ള സുവിശേഷം, പ്രത്യാശ തരുന്ന സുവിശേഷം ഇന്ന് രാത്രി ഉയരട്ടെ. ദൈവത്തിന് മഹത്വം. ഉടമന ദുരപടബല ദിരിപികബല അന്തരാ ജലതല വൈഡൽ കമനപടമന. ഈ രാത്രി വിടുതലിന്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ ദുഷ്ട പോരികൾ ഇന്ന് രാത്രി അടിയട്ടെ. വിടുതലോടെ തിരിച്ചു പോകണം. സൗഖ്യത്തോടെ രട്ടടിച്ച് സന്തോഷം മുടിപ്പിക്കും. നിന്റെ വിലാപത്തെ ഇന്ന് രാത്രി നൃത്തമാക്കി തീർക്ക്. കൃപ.
ഊടാരാജല സന്തൽ കപടമടപട അടിമതന ഘടകതന വിരിവിക ബലപടമന. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഗ്ലോറി. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ